വെൽക്കം ടു another episode of OSP. ഞാൻ നിങ്ങളുടെ സ്വന്തം ആകാശാജി. ഞാൻ അഖിൽ ടൈറ്റസ്. അപ്പൊ നമ്മളിന്ന് എന്തിനേയും ഏതിനേയും പറ്റി സംസാരിക്കും. ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇത് അളകിയ ഇതെന്താ ഇവിടേക്ക് ഒരു വേറൊരു ടൈപ്പ് ചെയറ്, രണ്ട് ചെയർ വെറുതെ കിടക്കണ് അല്ലേ? വരും അങ്ങനെ അത്രേ ഉള്ളൂ. അത് സീസൺ 2 നമ്മൾ പറഞ്ഞില്ലേ, വെറൈറ്റി സാധനങ്ങളെ കൊണ്ടുള്ളൂ നമ്മള്. അതെ അതെ, സീസൺ 2 ഞങ്ങള് നമുക്ക് കുറച്ച് ഫാൻസ് ഉണ്ടായില്ലോ, അവര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോ. നമ്മള് കൂടുതൽ ഗസ്റ്റിനെ കൊണ്ടുവരും, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, എല്ലാവരും നമുക്ക് എക്സ്പീരിയൻസ് എല്ലാം അറിയണമല്ലോ. ഞങ്ങളെ മാത്രം അതെ ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ്, ഞങ്ങൾക്ക് ഒരുപാട് അറിയാവുന്നവരാണ്. നമ്മുടെ അതെ അത്രേ ഉള്ളൂ. നമ്മുടെ ഹാലിഫാക്സിന്റെ സൗത്ത് ഇന്ത്യൻസിന്റെ മലയാളി ഹൃദയം കീഴടക്കിയ ഷജീലാസ് കിച്ചന്റെ രുചി കൊണ്ട് കീഴടക്കിയ ടീമാണ്. രുചി കൊണ്ട് കീഴടക്കിയ ടേസ്റ്റ് ഓഫ് ഫ്ലേവർ. അതെ അത്രേ ഉള്ളൂ. none other than ഷജില ചേച്ചി ആൻഡ് സുബേർക്ക. അപ്പൊ ഇതാണ് നമ്മുടെ സ്വന്തം ഷജില ചേച്ചി ആൻഡ് സുബേർക്ക. നമ്മള് ഫസ്റ്റ് ഒരു എപ്പിസോഡ് തുടങ്ങാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഭയങ്കര കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല ഞങ്ങൾക്ക്. ആരാദ്യം ഒരു ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരും ചിന്തിക്കാനേ ഇല്ലായിരുന്നു. അതെ അതെ, പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ മൈൻഡിൽ വന്നതാണ്. ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഷജില ചേച്ചി, സുബേർക്ക. ഇവര് നമ്മുടെ ഈ ഏരിയയിൽ ഭയങ്കര ഫേമസ് ആണ്. നമ്മളിപ്പോ ഒരു സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കണോന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാനില്ല. അതെ അതെ, ഷജീലാസ് കിച്ചൺ. അതെ അത്രേ ഉള്ളൂ. ആ സൈഡ് എല്ലാവർക്കും അറിയാം നമ്മുടെ ഷജില ചേച്ചിനെ അല്ലേ. സോ ലെറ്റ്സ് വെൽക്കം ഷജില ചേച്ചി ആൻഡ് സുബേർക്ക. ഞങ്ങൾക്ക് ഓഡിയൻസ് ഒക്കെ ഉണ്ട് ബാക്കില്. സ്പെഷ്യൽ എപ്പിസോഡ് തന്നെ ഞങ്ങൾ ആയിരക്കണക്കിന് ആള് ബാക്കിലുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇവരെ പറ്റി അറിയാം, ഇവര് ആരാണ് എന്താന്നൊക്കെ ഇവിടെ. പക്ഷെ ഇവര് ഫസ്റ്റ് നമ്മള് മലയാളി ഒരാളെ കാണുമ്പോൾ ചോദ്യമുണ്ട്. അതെ, നമ്മൾ ട്രിവാൻഡ്രം. രണ്ടുപേരും ട്രിവാൻഡ്രം. എവിടെയാണ്? ഞാൻ പൂജപ്പുരയും ഷജില കരമനയും. പൂജപ്പുര സെൻട്രൽ ജയിലിനടുത്താണ്. അതെ, ശരിക്കും അവിടെ മറ്റേ ജീപ്പിലൊക്കെ കൊണ്ടുവന്ന് ജനിച്ചതും വളർന്നതൊക്കെ അവിടെയാണ്. ഇപ്പൊ ജയിലിന്റെ ഏകദേശം അടുത്ത് തന്നെ, എന്നുവെച്ചാൽ ഒരു 200 മീറ്റർ വ്യത്യാസം അത്രേ ഉള്ളൂ. പരീക്ഷ ഭവന്റെ മുന്നിലായിരുന്നു, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ പരീക്ഷ ഭവനൊക്കെ മുന്നിലായിരുന്നു ആദ്യം വീട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട് വെച്ച് സ്ഥിരതാമസം എന്ന് പറയുന്ന ഒരു കുടുംബ വീടെന്ന് പറയുന്നത് പൂജപ്പുര തന്നെ, പുന്നയ്ക്കാമകളിൽ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നേരെ ഫ്രണ്ടിലായിട്ട്. തിരുവനന്തപുരംകാർക്ക് അറിയായിരിക്കും അതൊക്കെ. എനിക്ക് ആകെ തിരുവനന്തപുരം എന്ന് പറയുമ്പോ നമ്മള് സെക്രട്ടേറിയറ്റ് അറിയാം, പിന്നെ അറിയാവുന്ന പൂജപ്പുരയാണ്. പൂജപ്പുര സിനിമയിലും എല്ലായിടത്തും കാണുന്നല്ലോ, പൂജപ്പുര സെൻട്രൽ ജയില്. അല്ല, പൂജപ്പുരയെ കുറിച്ച് അത് മാത്രമല്ല, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, പരീക്ഷ ഭവൻ, ശ്രീ ചിത്ര റിസർച്ച് സെന്റർ, രാജീവ് ഗാന്ധി റിസർച്ച് സെന്റർ, പിന്നെ SBIയുടെ ഹെഡ് ഓഫീസ്, ആയുർവേദ റിസർച്ച് സെന്റർ, ബാങ്കിങ് റിക്രൂട്ട്മെന്റ് ബോർഡ്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, ഇതെല്ലാം പൂജപ്പുരയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ടെക്സ്റ്റൈൽ. ചേച്ചിയോ? ഞാൻ കരമന. അതൊരു പവറില്ലാത്ത കരമന പോലീസല്ലോ അല്ലേ? ഞാൻ തോന്നണ ഞാൻ വന്ന ആ ഏരിയ കണ്ടതാണ്. ഇവിടെ ഒരു സ്ഥലത്ത് ഞാൻ ചേച്ചി നാട്ടിലാണോ ജനിച്ചേ? അല്ലല്ലോ, നാട്ടിലാ ജനിച്ചേ. നാട്ടിൽ ജനിച്ച് നാട്ടിൽ തന്നെയാണോ വളർന്നത്? അല്ല, നാട്ടിൽ തന്നെയാണ് വളർന്നത്. പക്ഷെ ഒരു 12th ഒക്കെ കഴിഞ്ഞപ്പോ ദുബായിക്ക് പോയി. നിങ്ങൾ രണ്ടുപേരും കൊറേ ലോകം കണ്ടവരാണ്. എനിക്കറിയാവുന്ന പറഞ്ഞാൽ ചേച്ചി ദുബായില് ജീവിച്ചു, അവിടെ ഇങ്ങോട്ട് വന്നു എന്നൊക്കെ സ്റ്റോറി ആയിരുന്നു കേട്ടോ. അതെ, ഇവര് അവിടെ ഉണ്ട്, കൊറേ ട്രാവലൊക്കെ ചെയ്തിട്ട് വലിയ ട്രാവലിംഗ് കപ്പിളാണ്. ആണോ? അല്ല, ലൈഫ് കൊണ്ട് ഇപ്പൊ നമ്മള് മാക്സിമം ട്രാവൽ ചെയ്താലേ ലോകം എന്തെന്ന് അറിയാൻ പറ്റൂ. അതുവഴി നമുക്ക് ഒരു നോളജ്, പലതരത്തിലുള്ള നോളജ് കിട്ടും, പല ആൾക്കാരുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റും, പിന്നെ പല സംസ്കാരങ്ങളും നമുക്ക് അറിയാൻ പറ്റും. അല്ലേ? നിങ്ങളും ട്രാവൽ ചെയ്യുന്നതല്ലേ? പിന്നെ ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് കുറച്ച് സ്ഥലം കണ്ടിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളതല്ല, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും.
നമ്മൾ കേരളത്തിലേക്ക് നമ്മൾ ഇവിടുത്തെ ആളുകൾ കേരളത്തിലേക്ക് പോകുമ്പോൾ ആളുകളുടെ വിചാരം ഇന്ത്യ എന്ന് പറഞ്ഞൊരു അഴുക്ക് പിടിച്ചൊരു സ്ഥലമാണെന്നാണല്ലോ. അതൊരു ചെറിയൊരു പോർഷനേ ആളുകൾ കാണുള്ളൂ. ബാക്കി നമ്മുടെ നാട് വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇതിലും കൂടുതൽ ഫെസിലിറ്റീസ് ആണ് നാട്ടിലുള്ളത്. അത് ആൾക്കാരില്ല. ഇപ്പൊ ഡോക്ടേഴ്സ് ആയാലും ഇപ്പൊ ഹോസ്പിറ്റൽസ്, ഇപ്പൊ വേറെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയാലും നമ്മുടെ നാട്ടിലെ പോലെ അത്ര ബെസ്റ്റ് സ്ഥലം ഇല്ല. അത് ആളുകൾക്ക് അറിയില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോ എഡ്യൂക്കേഷനിലായാലും മറ്റെല്ലാ സൗകര്യങ്ങളും ഇപ്പൊ ഇന്ത്യയിലാണ്. അല്ല, ഇപ്പൊ മുമ്പൊക്കെ ആണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒത്തിരി പേര് പുറത്തു പോയൊക്കെയാണ് പഠിക്കുന്നത്. ഇപ്പൊ പുറത്തുനിന്ന് ഇന്ത്യയിൽ വന്നിട്ട് ഒത്തിരി പേര് ഇപ്പൊ കേരളത്തിൽ തന്നെ എന്തുമാത്രം ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നൊക്കെ ഒത്തിരി പേര് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ വന്ന് ഇത് ട്രിവാൻഡ്രത്തൊക്കെ വന്ന് ഇത് ചെയ്യുന്നു. അതുപോലെ തന്നെ ടെക്നോ പാർക്ക് അതിലൊക്കെ കംപ്ലീറ്റ് വിദേശികളാണ് വന്ന് അവിടെ ജോലി ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് നമ്മളെല്ലാം പോകുന്നുണ്ട്. അല്ല, ഇപ്പോൾ അതൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. കാനഡയിൽ വന്നു കഴിഞ്ഞാൽ എന്തായെന്ന് പറഞ്ഞിട്ട് പിള്ളേരെ കംപ്ലീറ്റ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി കംപ്ലീറ്റ് കാനഡയിലേക്ക് വിടും. പക്ഷെ ഇവിടെ വരുന്നതെന്ന് പറയുന്നത് കംപ്ലീറ്റ് മറ്റേ അപ്രൂവൽ ഇല്ലാത്ത കുറേ യൂണിവേഴ്സിറ്റികൾ ഈ ഏജന്റുമാർ ഇത് ചെയ്തിട്ട് പിള്ളേരെ കൊണ്ടുവന്ന് ഇത് ചെയ്ത് പൈസയും വാങ്ങി ഇത് ചെയ്യും. പിന്നെ അവരുടെ വെൽഫെയറിനെ കുറിച്ച് അന്വേഷിക്കാറില്ല, അവർ എന്ത് ചെയ്യണമെന്ന് അന്വേഷിക്കാറില്ല. പിന്നെ പിള്ളേർ ഇവിടെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ വല്ല ഇതിലൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എടുത്ത് സമ്പാദിച്ച് അവരെ സർവൈവ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. സമ്പാദ്യമൊന്നും ഉണ്ടാവില്ല. അതിപ്പോ നമ്മുടെ മുന്നിൽ തന്നെ എന്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പിള്ളേർ നമ്മുടെ മുമ്പിലുണ്ട്. അതെ, ഇതിലില്ലേ ഇപ്പൊ നിങ്ങള് നാട്ടിൽ ചേച്ചി ദുബായിലേക്ക് പോയി. ദുബായിലേക്ക് ചെറുപ്പത്തിലാണോ പോയത്? അതെ, ചെറുപ്പത്തിലേ പോയി. അതെ, എന്താണ് അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ളൊരു കാരണം ചെറുപ്പത്തിലെ? കാരണം എന്റെ അമ്മയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും അങ്ങോട്ട് പോയി, ഫാമിലി മൊത്തത്തില് അങ്ങോട്ടേക്ക് പോയി. എനിക്കൊരു സഹോദരൻ സഹോദരി ഉണ്ട് ദുബായില്. ഇപ്പോഴും അവിടെ തന്നെയാണ് അവര്. ഞങ്ങൾ ഇങ്ങോട്ട് പോകും. അപ്പൊ ദുബായ് ഒരു സെക്കൻഡ് ഹോം ആണത്. അതെ, ഞാൻ ഇവിടുന്ന് നാട്ടിൽ പോകുമ്പോഴൊക്കെ അവിടെ പോയിട്ടേ പോകത്തുള്ളൂ. ആണ്. അപ്പൊ ഇപ്പോ എപ്പോഴെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് തിരിച്ചു ഇവിടുന്ന് പോകണം കാനഡയെന്ന് അന്ന് പറയുന്നത് ദുബായ് ചൂസ് ചെയ്യോ അതെയോ കേരളം ചൂസ് ചെയ്യോ? ദുബായ് ആണല്ലേ? എന്താ ദുബായ് ചൂസ് ചെയ്യുന്ന കാരണം ഞാൻ ഇന്ത്യയിലും കാനഡയിലും ജീവിച്ചതിനെക്കാട്ടി കൂടുതൽ ദുബായിലാണ് ജീവിച്ചത്. അതാണ് പ്രോപ്പർ ഹോം. അതെ, ഏറ്റവും കൂടുതൽ ഞാൻ ജീവിച്ചത് അവിടെയാണ്. അപ്പോ എനിക്ക് എപ്പോഴും നൊസ്റ്റാൾജി എന്റെ ദുബായാണ്. അപ്പൊ ഈ ദുബായുടെ ഇമിഗ്രേഷൻ സെറ്റപ്പ് എങ്ങനെയാ? ഇതിപ്പോ ഞാൻ കേൾക്കണത് ഇപ്പൊ അവിടെ ജോലി ഇല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല. വർക്ക് വിസ തീർന്നാ തിരിച്ച് നാട്ടിൽ വിടും. അപ്പൊ ഇപ്പൊ നിങ്ങൾ പോകുമ്പോ അതെങ്ങനെയാ? ഞങ്ങൾ പോകുമ്പോ എന്ന് പറഞ്ഞാല് ഞങ്ങള് എയർപോർട്ടിൽ എത്തിയിട്ട് അവിടുന്ന് വിസ അടിക്കും. വിസിറ്റ് വിസ അടിക്കും. അങ്ങനെ ഇപ്പോ അപ്പൊ നമുക്ക് ഇത്ര വിസ. അമേരിക്കൻ വിസ നമ്മുടെ പാസ്പോർട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ടുകാർക്ക് അവിടെ എയർപോർട്ടിൽ പോയതിനു ശേഷം മറ്റേ മർഹബ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ വെറും $60 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 15 ദിവസത്തേക്കുള്ള വിസ 15 ദിവസത്തേക്കുള്ള വിസ. നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും ലീവിന് പോകുന്ന സമയത്ത് ഇവിടുന്ന് പോകുമ്പോഴും ദുബായിൽ ഇറങ്ങി ഒരു 10 ദിവസം നിന്നിട്ടും തിരിച്ച് വരുമ്പോഴും ദുബായിൽ ഇറങ്ങി സ്പെൻഡ് ചെയ്തിട്ടേ വരുള്ളൂ. എസ്പെഷ്യലി പോകുന്നത് വേറെ നല്ല ഇപ്പൊ വേൾഡില് ഏറ്റവും വലിയ ഫുഡിന്റെ ഹബ് എന്ന് പറയുന്നത് ദുബായ്. ഞാൻ ഈ കഴിഞ്ഞ തവണ ദുബായിൽ ഞാൻ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു കടയിൽ ഞാൻ കയറിയായിരുന്നു. അതായത് അവിടെ നമ്മുടെ അങ്ങ് കാസർഗോഡ് തൊട്ട് അങ്ങ് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഡിഷസും ഒരു കടയിൽ. എന്തുമാത്രം ഡിഷസാ ഓരോ കടയിൽ, മലയാളികൾ മാത്രം. അതോ റീസണബിൾ റേറ്റ്, എല്ലാം ലെസ് ദാൻ 10 ദിർഹത്തിനൊക്കെ റിച്ച് ഫുഡുകളാണ് കൊടുക്കുന്നത് തന്നെ. അത് അവിടുത്തെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറിപ്പോയല്ലേ ഇപ്പൊ ദുബായ് ലൈഫ് സ്റ്റൈൽ. അത് വേറെയാണ് ഒരു. ഇപ്പൊ ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയി അവിടെ മനസ്സിലായത് ഇവിടുത്തെ ഒരു സാധനം പഠിച്ചിട്ട് കൊടുത്തു. ആ ദുബായ് ഡ്യൂട്ടി ഫ്രീ ചെന്ന് കഴിഞ്ഞാൽ ഒട്ടുമിക്ക സാധനങ്ങൾ കിട്ടും, നല്ല ഹൈ ക്വാളിറ്റി സാധനവും കിട്ടും. പകുതി കാശ് കൊടുത്താൽ ടാക്സും കൊടുക്കണ്ട. അത് ആൾക്ക് അറിയില്ല. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ ചെയ്ത് പോകുള്ളൂ. അല്ല, എസ്പെഷ്യലി എന്താണ് ഉദ്ദേശിച്ചത് അത് അത് പറയാനില്ല. ചില സാധനങ്ങൾ ഇതിലുണ്ടല്ലോ. അപ്പൊ ചേച്ചി ചെറുപ്പത്തില് പോയി. സുബൈർക്ക് ദുബായിലേക്ക് പോയ ആളല്ലേ? ഞാന് 1997. അതെ, ഇപ്പൊ 97 പോയി. അതിന് മുമ്പ് സുബൈർക്ക് 1940 ജനിച്ചാണല്ലോ.
ജോലികൾ ചെയ്തു അതെ, ഇങ്ങനെ പല 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 ജോലികൾ. ഇതിലുണ്ടല്ലോ നാട്ടില് ഇപ്പൊ ദുബായ് പോണതിന് മുമ്പ് എനിക്കറിയാം നാട്ടില് പല പല കാര്യങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാമോ അതിനകത്ത് എവിടെ എന്തൊക്കെ ടൈപ്പ് ചെയ്യാം? എനിക്ക് അറിയാവുന്ന 2 സാധനം ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ പട്ടാളത്തിന്റെ ഒരു കഥ എനിക്കറിയാം, പിന്നെ പോലീസിന്റെ ഒരു കഥ അറിയാം. ഇതൊന്നും ആളുകൾക്കൊന്നും അറിയില്ല. ഇതൊന്നും ഇങ്ങനെ വലിയൊരു സെറ്റപ്പാണ്. ഇവിടെ വന്ന ആളറിയാവുന്ന ഷജിലസ് കിച്ചണിലെ ഷെഫ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ന്യൂട്രീഷനിസ്റ്റ്, അതാണ് ആൾക്ക് അറിയാവുന്നത്. ഇങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് ഒരാളാ. അത് എന്താ നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുക, എന്തൊക്കെയാണ് നാട്ടിൽ ചെയ്തത് ദുബായിലേക്ക് പോണതിന് മുമ്പ്? കോളേജ് സെക്കൻഡ് DC കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതിയിട്ട് നിൽക്കുന്ന സമയത്താണ് ആദ്യമായി സെക്കൻഡ് DC ഡിഗ്രി. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, ഡിഗ്രി കോഴ്സ്. ഫസ്റ്റ് DC, സെക്കൻഡ് DC, തേർഡ് DC അങ്ങനെയാണ് വരുന്നത്. ഗ്രാജുവേഷന് മുമ്പായിട്ട് സെക്കൻഡ് ഇയർ എക്സാം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പേപ്പറിൽ ഒരു ആഡ് കാണുന്നു, ഇന്ത്യൻ ആർമിയിലേക്ക് ജവാന്മാരെ റിക്രൂട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് ഒരു ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ആംബിഷൻ തന്നെയായിരുന്നു, ഒരു ദിവസം രാജ്യത്തിനെ സേവിച്ചിട്ട് ശമ്പളം വാങ്ങാമെന്നുള്ള ഒരു ഇത്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഈ പേപ്പറിൽ ഈ ആഡ് കാണുന്നത് നമ്മൾ ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് പ്രിന്റ് ഔട്ട് എടുക്കുക ആ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ആ ഇത് കൊണ്ടുവന്ന് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ അവിടെ കൊടുത്തിട്ട് സ്റ്റെൻസിൽ ചെയ്യും. സ്റ്റെൻസിൽസ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, മറ്റേ ഇതിൽ ഇങ്ങനെ മഷിയിൽ ഇങ്ങനെ റോൾ ചെയ്ത് വരുന്ന ഫോം ഇത് ചെയ്യാൻ പറ്റും. അതിൽ ഫില്ല് ചെയ്ത് നമ്മൾ അയച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഇൻലൻഡ് വന്നു. പണ്ട് ഇൻലൻഡാണ്, ഒരു നീല കളറിലുള്ള ആർമിയുടെ സ്റ്റാമ്പൊക്കെ വെച്ചിട്ട് അത് വന്നിട്ട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനാണ്. അതിൽ ചോദിച്ചിരുന്നതെന്ന് പറഞ്ഞത് 14 GRലേക്ക് 14 ഗൂർഖ റെജിമെൻറ്റിലേക്ക് ക്ലർക്കായിട്ട് ഉള്ള പോസ്റ്റായിരുന്നു. അപ്പോൾ അതിന് ഞാൻ അപ്ലൈ ചെയ്തു. ബാംഗ്ലൂർ പോയി ടെസ്റ്റ് എഴുതി തിരിച്ച് വന്ന് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത ഇത് വരുന്നത് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ അതും അപ്പോൾ ഞാൻ ഈ കോളേജ് ലൈഫിൽ യൂണിവേഴ്സിറ്റിയിൽ പ്ലെയർ ആയിരുന്നു, കേരള സ്റ്റേറ്റിൻ്റെ ഇതിലുണ്ടായിരുന്നു, മാർഷൽ ആർട്സിൻ്റെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാർഷൽ ആർട്സാ? അതെ, കരാട്ടെ, കുബ്ഡോ, കിക്ക് ബോക്സിങ് കരാട്ടെ സെക്കൻഡാണ്, ബ്ലാക്ക് ബെൽറ്റ്. അടിപൊളി. അതായ കാലത്ത് ഇപ്പൊ അത് നേരെ നീക്കാൻ വയ്യ. അല്ല ഇരിക്കട്ടെ, ഒരു പേടി എല്ലാവർക്കും അങ്ങനെ ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോലീസിലേക്ക് ഒരു ട്രാൻസിഷൻ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് ഞാൻ സർവീസിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയാണ് വന്നത്. അത് പർട്ടിക്കുലർ റീസൺസ് ഉണ്ട്. ഡിസ്ചാർജ് വാങ്ങി വന്ന് അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ സെയിൽസ് ഫീൽഡിലേക്ക്, എനിക്ക് ഈ സെയിൽസും മാർക്കറ്റിംഗ് ഈ സംസാരിക്കാനൊക്കെയുള്ള നല്ല ചാതുര്യം ഉള്ളതുകൊണ്ട് ആ ഫീൽഡിലേക്ക് ഇറങ്ങി. എൻ്റെ ഒരു ഫ്രണ്ട് ഉള്ളതുകൊണ്ട് അവൻ നന്നായിട്ട് ഇതേപോലെ പോകുന്നതുകൊണ്ട് അവൻ്റെ കൂടെ 1-2 ദിവസം വണ്ടിയിൽ ഇങ്ങനെ ബൈക്കിലേക്ക് കയറി പോയപ്പോൾ അവൻ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ അതിലേക്ക് പോകുന്ന സമയത്താണ് കേരള പോലീസിലേക്കുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള ഇതൊരു തോന്നലുണ്ടായത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഒത്തിരി പേര് ഈ ഹാൻഡ്ബോൾ നാഷണൽ അവർ എൻ്റെ ജൂനിയേഴ്സായിരുന്നു. അവർക്ക് കേരള ടീമിനെ എടുത്തപ്പോൾ ഇവരൊക്കെ അന്ന് ഇതിലേക്ക് കയറി. എല്ലാവരും മറ്റേ സബ് ഇൻസ്പെക്ടേഴ്സും ഇതൊക്കെ ആയിട്ട് സർക്കിൾ ഇൻസ്പെക്ടറായിട്ടൊക്കെ ഉള്ള പോസ്റ്റിലാണ് കയറിയത്. അപ്പോൾ ഞാൻ ഈ സർവീസിൽ പോയ സമയത്താണ് ഇത് സംഭവിച്ചത്. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും കേരള പോലീസിലേക്ക് ഒരു ദിവസം സ്റ്റേറ്റിലുള്ള സർവീസ് ചെയ്തെങ്കിലും ശമ്പളം വാങ്ങാം എന്നുള്ളൊരാഗ്രഹം. അങ്ങനെ അത് അപ്രോച്ച് ചെയ്തു. മുമ്പത്തേതെന്ന് പറയുന്നത് കംപ്ലീറ്റ് PSC അത് എഴുതിയാലേ ഉള്ളൂ എന്നുള്ള ഒരു ഇതൊന്നുമല്ല. അപ്പോൾ ഈ ഭരണപക്ഷത്തിന്റെ ഇത് ഹോം ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ച് കയറാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ ജനറേഷൻ അല്ലല്ലോ. അങ്ങനെ കയറി അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ഒരു ഇതിലായിരുന്നു. ഞാൻ ലാസ്റ്റ് കുറേ നാൾ നിന്നോടെ ഒരു 3.5 വർഷമായിട്ടായിരുന്നു. പക്ഷേ PHQയിലായിരുന്നു, ഹെഡ് ക്വാർട്ടേഴ്സിൽ DGPയുടെ പേഴ്സണൽ സ്റ്റാഫിലായിരുന്നു. പിന്നെ ഈ റിട്ടയറായി
സാർ പോയതിന് ശേഷം പിന്നെ എനിക്ക് ഒരു മാനസികമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ ഇത് ചെയ്തു. വീണ്ടും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് കയറി. പിന്നെ ITC-ലായിരുന്നു, ഇന്ത്യൻ ടുബാക്കോ കമ്പനിയിൽ. ആ സമയത്ത് അങ്ങനെ നല്ല ദുബായിലേക്ക് പോയേ. ശോഭിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു പിന്നീട് നേരെ ദുബായിലേക്ക് പോകണമെന്നുള്ള ഒരു ആഗ്രഹം വന്നു. നേരെ ദുബായിലേക്ക് പോയി സ്വന്തമായിട്ട് ജോലി കണ്ടുപിടിച്ച് വിസിറ്റ് വിസയിലാണ് പോകുന്നത്. സ്വന്തമായിട്ട് ജോലി കഷ്ടപ്പാട് എല്ലാത്തിനും ഉണ്ടാവുമല്ലോ. ഫസ്റ്റ് യാതൊരു ഇതുമില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് പിന്നെ ആരെയും നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്നുള്ള ഒരു മൈൻഡ് എനിക്കുണ്ട്. അപ്പം എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഒന്ന് വയറ്റി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ദുബായിലേക്ക് പോകുന്നു. നടന്ന എൻ്റെ കരിയർ വേറൊരു ലെവലിലേക്ക് മാറുന്നു. പിന്നെ ലാസ്റ്റ് ഞാനിവിടെ കാനഡയിൽ വരുന്നതിന് മുമ്പ് ഒരു നിങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും നല്ലൊരു പൊസിഷനിലായിരുന്നു. ഒരു കമ്പനിയുടെ ഒരു ഡിവിഷൻ ഫുള്ളായിട്ട് ഞാൻ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ 40-48 സ്റ്റാഫുകളും ഒരു കമ്പനിയും ഞാനായിരുന്നു റൺ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഈ കാനഡയിലേക്ക് എന്നുള്ള ഒരു ഇത് മനസ്സിലുള്ള ഒരു മോഹം എന്ന് വെച്ചാൽ പെങ്ങളും അളിയനും പിള്ളേരും എല്ലാവരും വരല്ലേ കാനഡയിൽ വന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ആളി ചോദിക്കാൻ. ആ ഒരു ഇതിലാണ് ഞാൻ ദുബായില് ലാസ്റ്റ് കാനഡയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു സെറ്റപ്പ്. ഇതിലുണ്ടല്ലോ എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാണ്ട്. നമ്മളിപ്പോ ഒരു ഷജിലാസ് കിച്ചൺ ടച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഷജിലാസ് കിച്ചൺ ഒരു മുഖമുള്ള ഒരാളുണ്ടല്ലോ അവിടെ ഇരിപ്പുണ്ട്. എന്തുകൊണ്ടാണ് ആ ഷജിലാസ് കിച്ചൺ തുടങ്ങാനല്ല ആ കുക്ക് എന്ന് പറയാ അല്ലെങ്കിൽ ഒരു ഈ പാചകത്തിലേക്കുള്ളൊരു ഇഷ്ടം എങ്ങനെ തോന്നിയത്? ഇപ്പൊ പെട്ടെന്ന് ഒരു ദിവസം എഴുന്നേക്കുമ്പോ തോന്നുന്ന ഒരു സാധനമല്ലല്ലോ അത്. എന്തുകൊണ്ടാണ് ആ ഒരു പാചകത്തിലേക്കുള്ള ഇഷ്ടം തോന്നിയത്? എവിടുന്നാ തുടങ്ങിയത്? എല്ലാരും പറയുമല്ലോ, എന്തെങ്കിലും കാരണങ്ങൾ കാണുമല്ലോ. അതെ, അത് വളരെ ചെറുപ്പത്തിലേ തോന്നിയൊരു ഇഷ്ടമാണ്. കാരണം എൻ്റെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. കാരണം എൻ്റെ അമ്മയുടെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യുക, അത് കാരണം. അപ്പൊ ഞങ്ങൾ ചെറുപ്പത്തില് തലമുറകളായിട്ട് കൈമാറി എൻ്റെ അമ്മമ്മയുടെ കൂടെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ചെയ്യണ കാണുമ്പോൾ എനിക്ക് കൗതുകമായിരുന്നു. കാരണം പുള്ളിക്കാരി ചെയ്യുന്നതെല്ലാം ഭയങ്കര വൃത്തിയിലാണ്. എപ്പോഴും മീൻ മുറിക്കാൻ പോയി കഴിഞ്ഞാൽ ഈർക്കിലൊക്കെ കൊണ്ടുവയ്ക്കും. അപ്പൊ ഞാനിത് ചെറിയ കൊച്ചായിരുന്നു, അപ്പോഴൊക്കെ ഞാനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു ഇതെന്താണ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനത് കണ്ട് കുറച്ച് ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ ഞാൻ ഉള്ളി പൊളിച്ചു കൊടുക്കലൊക്കെ ആയിരുന്നു 5 വയസ്സിലൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അമ്മയ്ക്ക് നാട്ടില് ഹോസ്പിറ്റലിൽ ജോലി ഉണ്ടായിരുന്നു, നഴ്സായിരുന്നു. അപ്പൊ അമ്മ രാവിലെ എഴുന്നേറ്റ് എല്ലാം ചെയ്തു വെച്ച് ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തെ ലഞ്ചും ചെയ്തു വെച്ചിട്ടാണ് അമ്മ 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറുന്നത്. അപ്പൊ വൈകുന്നേരം വരുമ്പോൾ അമ്മ തന്നെയല്ലേ ഇത് ചെയ്യേണ്ടത്. അപ്പം അന്ന് മുതൽ അമ്മയെ ഹെൽപ്പ് ചെയ്യണം. അതായത് എൻ്റെ ഉന്നം. എൻ്റെ ബ്രദറും ഞാനും 1.5 വയസ്സിന് ഞങ്ങൾ ഗ്യാപ്പാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര അറ്റാച്ചാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ കൂടെ സഹായിക്കും. അപ്പം ഞങ്ങൾ തന്നെ അവിടെ അമ്മ പൈസ വെച്ചിട്ട് പോകും, ആരെങ്കിലും മീൻ വാങ്ങിച്ചു തരാനോ അങ്ങനെയൊക്കെ. ഞങ്ങൾ തന്നെ കടയിൽ പോയി, ചെറിയ പിള്ളേരല്ലേ, ഞങ്ങൾ പോയി വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ തന്നെ ചെയ്യും. അപ്പോ ഞങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും ശരിയൊന്നും ആകത്തില്ല, എന്നാലും ഞങ്ങൾ ചെയ്യുമായിരുന്നു. അന്ന് എനിക്ക് 7-8 വയസ്സൊക്കെ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ അടുത്ത വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ നോക്കും ഞങ്ങൾ ചെയ്യണ കാണുമ്പോ. ഇത്രയും ചെറുപ്പത്തിലേ ഇവരിങ്ങനെ ചെയ്യണല്ലോ, അമ്മയ്ക്ക് ഭയങ്കര ഹെൽപ്പായിരിക്കും. അപ്പൊ അമ്മയ്ക്ക് അതിശയാണ് എപ്പോഴും ഞാനിതൊക്കെ ചെയ്യുന്ന കാണുമ്പോ. അതങ്ങനെ പോയി എനിക്ക് ഇൻട്രസ്റ്റ് കൂടി. കാരണം അമ്മൂമ്മ എന്ത് ചെയ്താലും പാചകത്തിൽ കയറി, അതായത് അടുപ്പിന്റെ പുറത്ത് സൈഡിലുണ്ടല്ലോ അവിടെ കയറിയിരുന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു. അത് പാഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒരു ഇഷ്ടമില്ലാണ്ട് വെറുതെ ഞാനും കയറിയിരുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്, അല്ലാണ്ട് കയറിയിരിക്കില്ല. 5 വയസ്സ് തൊട്ട് 5 വയസ്സ് തൊട്ട് പിന്നെ ഒരു 8-9 വയസ്സൊക്കെ ആയപ്പോഴേക്കും എനിക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്നായി. അപ്പോൾ അമ്മ വീട്ടിലില്ലാത്ത സമയത്തൊക്കെ ഞാനും അനിയനും കൂടിയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അല്ല, അതില് വേറൊരു കോമഡി ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇവളുടെ കുക്കിങ്ങിന്റെ ഇതില്. എന്നിട്ടാണ് പറ
അവിടെ അത് പറയാമോ? സംഭവം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. അത് ഞാൻ പറഞ്ഞുതരാം. അതെനിക്ക് തോന്നുന്നത് ഞാനൊരു 9 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ്. അന്ന് സ്കൂൾ വെക്കേഷൻ ആയിരുന്നു. അപ്പൊ അമ്മ രാവിലെ മീനൊക്കെ വാങ്ങിച്ചു, എല്ലാം വെച്ചു, ഞങ്ങളെയൊക്കെ കുളിപ്പിച്ച് അവിടെ ഇരുത്തി. അത് കഴിഞ്ഞിട്ട് അമ്മ കുക്ക് ചെയ്യാൻ പോകും. അപ്പൊ പെട്ടെന്ന് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ചെറിയച്ഛൻ വന്നിട്ട് പറഞ്ഞു ബന്ധു മരിച്ചുപോയി. അപ്പോൾ അമ്മയെ കൊണ്ടുപോകാനാണ് വന്നത്. അപ്പോൾ അച്ഛൻ സ്ഥലത്തില്ലായിരുന്നു. അപ്പം അമ്മ എൻ്റെ ഏറ്റവും ഇളയ അനിയത്തിയുണ്ട്, ചെറുതായിരുന്നു അവളെന്ന്. അവളെയും കൊണ്ട് അമ്മ പോയി. ഞാനും എൻ്റെ അനിയനും മാത്രമായി. അപ്പം അമ്മ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടാ പോയത്. ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ ഒരു ചടങ്ങാണല്ലോ, പോയി തല കാണിക്കുക വരിക. അപ്പൊ അമ്മ പോയിട്ട് അമ്മ കുറച്ച് ലേറ്റായി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിരുന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. അപ്പൊ അമ്മ ബീഫ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ അനിയനും കൂടെ അമ്മ ചെയ്യണതെല്ലാം ഓർമ്മയുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗരം മസാല ഉണ്ടല്ലോ അവിടെ ടിന്നിലുണ്ട്. അപ്പൊ അതെടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിലൊരു കുരുകുരുത്ത സാധനമുണ്ട്. അതൊരു ഈസ്റ്റ് പോലെ ഇരിക്കുന്ന ഒരു സാധനം. അന്ന് എനിക്ക് അതിന്റെ പേരോ അതൊന്നും അറിയില്ല. ആദ്യമായിട്ട് ഞാൻ ബീഫ് വെക്കാൻ പോവാ. അപ്പം ഞാനത് എടുത്തിട്ട് ഞാനത് കണ്ടില്ല. അപ്പം ഞാനും അവനും കൂടെ പറഞ്ഞു അയ്യോ അതില്ലല്ലോ, അതില്ലെങ്കിൽ കൊള്ളായിരിക്കുമോ എന്നൊക്കെ ഞങ്ങൾ പരസ്പരം പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞു നമുക്കൊന്നുകൂടി നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ നോക്കണ സമയത്താണ് എൻ്റെ കണ്ണ് പെട്ടെന്ന് വാതിലിൽ പോയി. കാരണം ചില സമയത്ത് അടിച്ചു വരുമ്പോ അവിടെ ഇങ്ങനെ കൂന പോലെ കിടക്കുന്നു. ഇത് സാധനമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ കൊണ്ടുപോയി കുറച്ചെടുത്ത് കഴുകി. അന്ന് വീട്ടിൽ അരകല്ലിലേ അരക്കത്തുള്ളൂ. ഇത് അരയ്ക്കാൻ നോക്കിയിട്ടൊന്നും അരയുന്നില്ല. പക്ഷെ അരച്ചരച്ച് ഞങ്ങളുടെ മുഖമെല്ലാം നീറാൻ തുടങ്ങി. അവസാനം അത് വല്ലച്ചാതി എങ്ങനെയൊക്കെയോ കറി വെച്ചു. കറിയെല്ലാം വെച്ച് പ്ലേറ്റ് ഇതെല്ലാം സെറ്റായി. ഞങ്ങൾ വീണ്ടും പോയി കുളിച്ചിട്ട് വന്ന് അവിടെ കാത്തിരിക്കുകയാണ്. അമ്മ ഇപ്പോൾ വരുമല്ലോ. അമ്മ വന്നു. അമ്മയ്ക്ക് ഭയങ്കര അതിശയം. അമ്മ വിചാരിച്ച് അടുത്ത വീട്ടിൽ ആരെങ്കിലും വന്ന് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ട് പോയതാണെന്ന്. ഇത്തിരി സമയമായല്ലോ. അപ്പോൾ അനിയൻ പറഞ്ഞു മക്കൾ ആര് വന്നു എന്ന് ചോദിച്ചമ്മ. അപ്പൊ അനിയൻ പറഞ്ഞു ഇതെല്ലാം അന്നവ എന്നെ ശലാത്താന്നാണ് വിളിക്കുന്നത്. അപ്പോ ശലാത്ത ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് ഭയങ്കര അതിശയം. അമ്മ കെട്ടിപ്പിടിച്ച് ഭയങ്കര കണ്ണുനീരൊക്കെ വന്നു. എന്നിട്ട് ഞങ്ങളെ 3 പേരെയും കൂടെ ഇരുത്തി പ്ലേറ്റ് എടുത്ത് ഫുഡ് വിളമ്പുമ്പോ അമ്മ ചോദിച്ചു മക്കളെ. അപ്പം അനിയത്തിക്ക് ഇങ്ങനെ അമ്മ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കാര്യം പറയാൻ വേണ്ടിയിട്ട് കൈ ഇട്ടിട്ടില്ല ചോറില്, ഇങ്ങനെ ഇരുന്ന് പറയാണ്. അപ്പൊ എന്തൊക്കെ ചേർത്തു, എങ്ങനെ നീ വെച്ചു എന്നൊക്കെ ചോദിക്കുമ്പോ ഈ അനിയൻ പറഞ്ഞ് ഒരു സാധനം കണ്ടില്ല. അപ്പം ഞങ്ങളിവിടെ എല്ലാം നോക്കിയപ്പോ കിട്ടി. അപ്പൊ അമ്മ ചോദിച്ചു എന്ത് സാധനമാണെന്ന് ചോദിച്ചു. അതാ കിടക്കണെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഞങ്ങള് കഴിക്കാൻ തുടങ്ങിയായിരുന്നു. അമ്മ വേഗം കയ്യിൽ നിന്ന് എല്ലാം തട്ടി മാറ്റി എടുത്തങ്ങ് മാറ്റി. സംഭവം എന്താണെന്ന് ഈ കട്ടിളപ്പടിയുടെ ഇതില് ഈ ഉളുപ്പം വന്നിട്ട് ഈ ഒരുപാട് ഈ കസകസ് പോലത്തെ ഈ തടി ഉളുക്കുമ്പോ വരുന്ന ആദ്യമായിട്ട് ജീവിതത്തിൽ അന്ന് എനിക്ക്, അതായത് ഞാനൊരു 4ാം സ്റ്റാൻഡേർഡിലാണെന്ന്. അപ്പോ ഞാൻ വിചാരിച്ചു ഇതല്ലേ സാധനം. അപ്പൊ അമ്മനും മക്കളെ അതല്ല സാധനം അന്ന് പറഞ്ഞിട്ട് ടിന്നെടുത്ത് കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു ഇനി ഒരിക്കലും അത് ചെയ്യില്ലെന്നോ. അങ്ങനെ ആ ബീഫ് കറി ആരും കഴിച്ചില്ല. അതാണ് സത്യം. അങ്ങനെയാണ് എൻ്റെ എക്സ്പീരിയൻസ് ആദ്യത്തെ. പക്ഷെ അതിനു മുന്നേ ഒക്കെ ഞാൻ മീൻകറി ചെയ്തിട്ടുണ്ട്. പിന്നെ അന്നൊക്കെ അമ്മ വെള്ളത്തിൽ അരിയിട്ടിട്ട് പോയാൽ ഞാനത് അരച്ചു വെക്കും. എങ്ങനെയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ വല്യച്ഛൻ്റെ വൈഫൊക്കെ അന്ന് അവിടെ ഉണ്ട്. അപ്പൊ വല്യമ്മയൊക്കെ അവിടെ നോക്കിയിട്ട് പറയും എൻ്റെ അമ്മ എത്ര ഭാഗ്യവതിയാണ്, മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്തു. അന്ന് മുതൽ ഞാൻ എൻ്റെ അനിയനും അനിയത്തിയും കെയർ ചെയ്യാൻ തുടങ്ങി. അത് പിന്നെ എനിക്ക് പാഷനാണ്. എനിക്ക് ഇനി എത്ര പേര് വീട്ടിൽ വന്നാലും കുക്ക് ചെയ്യാനൊന്നും ഒരു വിഷമമില്ല. എത്ര വേണോ രാത്രി ഫുള്ള് നിന്ന് വേണമെങ്കിലും കുക്ക് ചെയ്യും. അതെല്ലാരും കഴിച്ചിട്ട് കൊള്ളാന്നും കൂടി പറയുമ്പോ വീണ്ടും അടുത്തത് ഉണ്ടാക്കാനുള്ള ഒരു ഇത്. അന്ന് ഷലാത്ത ഇന്ന് ഷജീലാത്ത.
കാരണം എന്താ പറയല്ലോ, നമ്മളൊന്നും വിചാരിക്കുന്നിടത്തല്ല നമ്മൾ എത്തിപ്പെടുന്നത്. കാരണം ഇതൊരിക്കലും എൻ്റെ ഒരു ജോലി ആകൂന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഞാന് വീട്ടിലുണ്ടാക്കും, എൻ്റെ ഫ്രണ്ട്സ് കഴിക്കും, ബന്ധുക്കൾ കഴിക്കും, എല്ലാവരും അന്ന് തൊട്ട് ചോദിക്കുമായിരുന്നു റെസ്റ്റോറൻറ്റ് ഇട്ടൂടെ, ഇത്ര നന്നായിട്ട് കുക്ക് ചെയ്യണം. പക്ഷെ ഒരു റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിചാരം അത് ഭയങ്കര പാടാണ്, അത് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്ന്. കാരണം ദുബായിൽ വെച്ച് ഞങ്ങൾക്ക് ചെയ്യാമായിരുന്നു, പക്ഷെ ആ പേടിയാണ് എങ്ങനെയായിരിക്കും നമുക്കറിയില്ലല്ലോ അങ്ങനെയെന്ന്. കാരണം എൻ്റെ പാഷൻ കൊണ്ട് കുക്ക് ചെയ്യുന്നു. അത് പിന്നീട് ഞങ്ങൾ ഇവിടെ വന്നപ്പോ അതെനിക്കൊരു പ്രചോദനം, പിന്നെ സപ്പോർട്ട് ചെയ്യാൻ സുബേർക്കായ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ പോകും. സുബേർക്കയുടെ കൈപുണ്യമോ എങ്ങനെയാണ്, എവിടെ നിന്നാണ് തുടങ്ങി? അത് ഞാൻ നാട്ടിൽ കേരള പോലീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ കിടപ്പിലായിരുന്നു. അപ്പോൾ വീട്ടിൽ ഞാൻ എൻ്റെ നേരമത്തെ ജ്യേഷ്ഠനേ ഉള്ളൂ. അത് മറ്റേ കേരള വീഡിയോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ സംഘടനയും അങ്ങനെ ഇതൊക്കെ ആയിട്ട് രാവിലെ ആകുമ്പോൾ പോവും, വീഡിയോഗ്രാഫറൊക്കെ ആയിരുന്നു. ഇപ്പോൾ വീട്ടിൽ ഉമ്മയോ പാപ്പയെ നോക്കാൻ വേണ്ടി ഞാൻ മാത്രമേ ഉള്ളൂ. സഹോദരങ്ങളെല്ലാം വിവാഹം കഴിച്ച് ഓരോ സ്ഥലത്തൊക്കെ ആയി. അപ്പം ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതിനിടയ്ക്ക് പ്രാക്ടീസും ഉണ്ട്. രാവിലെ 4 മണിക്ക് എണീക്കുന്ന ശീലം അന്ന് മുതലേ ഉണ്ട്. 4 മണിക്ക് എണീറ്റ് ജോഗിങ്ങും ഇതൊക്കെ ഓട്ടവും ജോഗിങ്ങും കളിയെല്ലാം കഴിഞ്ഞിട്ട് 8 മണിയാകുമ്പോൾ വീട്ടിൽ വരും. വരുന്ന സമയത്ത് മാർക്കറ്റിൽ നിന്ന് മീനും പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് നേരെ വീട്ടിൽ വരും. അപ്പോൾ ഉമ്മ രാവിലെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് അവിടെ കിച്ചണിൽ ഇരുത്തിയിട്ട് സ്റ്റൂളിൽ കാലൊക്കെ കയറ്റി വെച്ച് ഇത് ചെയ്തതിന് ശേഷം ഈ അരിയുന്ന സാധനങ്ങളെല്ലാം ഉമ്മ അരിഞ്ഞ് തരും. ഞാൻ മീൻ വൃത്തിയാക്കുന്നു, തേങ്ങ ചിരണ്ടുന്നു, എടുക്കുന്നു. അപ്പോൾ ഓരോന്നും ഉമ്മ പറഞ്ഞു തരും. മോനെ ഇത്ര അതിലേക്ക് വെക്ക്, ഇത്ര ഇത് അതിൽ ഇന്ന സാധനം വെക്ക്, മുളകിട്, മല്ലിയിട്, അങ്ങനെയൊക്കെ ഓരോന്നും ഫ്രം ദ ബിഗിനിങ് ആ ഉമ്മയുടെ ഇതിൽ. അപ്പോൾ ഞാൻ ഈ മീൻ കറി, അവിയൽ, തോരൻ, അങ്ങനെയുള്ള നാടൻ കറികളെല്ലാം എൻ്റെ ഉമ്മ ഇത് ചെയ്യുന്നതല്ല, അവർക്കുള്ളതെല്ലാം ഞാൻ ഒരു 10 മണിക്ക് 2 മണിക്കൂറിനകത്തെല്ലാം റെഡിയാക്കി എടുത്തിട്ട് ഞാൻ 10 മണിയാകുമ്പോൾ എന്നെ വിളിക്കാൻ വണ്ടി വരും. അതിൽ കയറി ഞാൻ പോകുന്നു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ഓടി വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് ഇതെല്ലാം എടുത്ത് വിളമ്പി വെച്ച് എടുത്ത് അവർക്കെല്ലാം കൊടുത്തിട്ട് ചിലപ്പോൾ ഞാൻ കഴിക്കാൻ സമയമുണ്ടെങ്കിൽ കഴിക്കില്ലെങ്കിൽ ഡ്യൂട്ടി കയറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഫ്രം ബിഗിനിങ് ഞാൻ ഓരോന്നിങ്ങനെ പഠിച്ച് ചെയ്ത് മൊത്തം ഉമ്മയുടെ സഹായം ഇല്ലാതെ തന്നെ അവർക്കുള്ള ഫുഡ്, എൻ്റെ വാപ്പാടെയും ഉമ്മയുടെയും ഫുഡിൻ്റെ ഇത് ഞാൻ തന്നെയായിരുന്നു അവസാന കാലം വരെ ഞാനത് നോക്കി. പിന്നെ ഈ ഗൾഫിൽ വരുന്നത് തന്നെ എൻ്റെ ഉമ്മയും വാപ്പയും പോയതിനു ശേഷമാണ് എനിക്ക് ഈ ഗൾഫ് എന്നുള്ള ഒരു മോഹം എനിക്ക് പിന്നീട് തോന്നിയത്. എന്ന് വെച്ചാൽ എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ ഗൾഫിലുണ്ടായിരുന്നു. അപ്പോൾ ആളിയന്മാരൊക്കെ ഗൾഫിലാണ്. അപ്പോൾ അവരൊക്കെ ഒത്തിരി എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ട്രൈ ചെയ്തു. അപ്പോഴൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഈ നാട്ടിലുള്ള ഒറ്റയ്ക്കുള്ള ജീവിതം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉമ്മയും വാപ്പയും പോയതിനു ശേഷം പിന്നെ എല്ലാ സൗകര്യങ്ങളൊന്നും അടുത്തൊന്നുമില്ല. എല്ലാവരും ഓരോ സ്ഥലത്ത് തമിഴ്നാട്ടിലേക്ക് ഗൾഫിലാണ് കുറേ പേര് ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ എന്തിനാ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഇത് കണ്ടെത്തണമെന്ന് വിചാരിച്ചിട്ട് കയറി അങ്ങനെ പോവുമായിരുന്നു. പിന്നെ ഗൾഫിലെത്തി കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ബാച്ചുലർ ലൈഫിൽ കുക്കിങ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തേ പറ്റുള്ളൂ കഴിക്കണമെങ്കിൽ. അങ്ങനെ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് പല പരീക്ഷണങ്ങളും നടത്തി. എന്ന് വെച്ചാൽ അതും കുക്ക് ചെയ്യാനുള്ള ആ പാഷൻ ഉള്ളത് കൊണ്ടാണ് ഈ വേവിച്ചെടുത്തത്. ഇല്ലെങ്കിൽ ഉമ്മയ്ക്ക് വാപ്പയ്ക്ക് എനിക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് അവിടെ നിന്ന് ചെയ്യാം. അപ്പോൾ ആ ഫ്രം ദ ബിഗിനിങ് അതിലുള്ള കുക്കിങ്ങിലുള്ള ഒരു ഇൻട്രസ്റ്റ് തന്നെയാണ്. അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് എത്ര നന്നാക്കാം എന്നുള്ളതാണ് പിന്നെ അടുത്ത പുതിയ പുതിയ ഫുഡുകൾ എങ്ങനെ അത് ഇത് ചെയ്യാൻ പറ്റും. നമ്മുടെ പരീക്ഷണങ്ങൾ പല രീതിയിലും ചെയ്തു നോക്കി. അങ്ങനെയൊക്കെ ഇത് ചെയ്ത് ജീവിതത്തിൽ അതൊരു ഇതായിട്ട് മാറി പാട്ട്. ഇപ്പൊ കുക്കിംഗ് ഇല്ലെങ്കിൽ ഞാനില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കായി. സത്യമായിട്ട് എന്താ വെച്ചാൽ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് എന്ന് വെച്ചാൽ ഇന്ന് ഉള്ള ഞാനെന്ന് പറയുന്നത് നമുക്ക് ഈ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഒരു 10 പേർക്ക് നമ്മൾ കൊടുക്കുമ്പോഴുള്ള ഒരു സംതൃപ്തി എന്ന് പറയുന്നത്, അവർ നമ്മുടെ ഫുഡ് കഴിച്ചിട്ട് നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉള്ള ഒരു സംതൃപ്തി വേറെ ഒരു ഇതിലും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ
മനുഷ്യൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെടുന്നത് അല്ലേ? ആ ഭക്ഷണം നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ രുചിയിൽ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ എന്ത് നമ്മൾ ചെയ്താലും നമുക്ക് വേറെ ഒന്നിൽ നിന്ന് കിട്ടൂല. അത് ശരിയാണ്. അത് അനുഭവിച്ചറിയുന്നവർക്ക് മാത്രമേ അത് ശരിക്കും മനസ്സിലാവുള്ളൂ. അത് ഞാനല്ലേ ഇവരുടെ ഫുഡ് ഞാൻ കുറെ നാട് കഴിക്കണത് ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഫുഡ് നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. അത് പറഞ്ഞ ഞാൻ വിൽക്കണ മൊത്തം ഒരു പ്രകാശം ഉണ്ടല്ലോ, അതെപ്പോഴും നമുക്ക് മനസ്സിലായി. എപ്പോഴും എവിടെ ചെന്നാലും ഫുഡ് അപ്പൊ അടുക്കള കയറി ഫുഡ് ഉണ്ടാക്കും. സെയിം സെറ്റപ്പ് തന്നെ. ഇവർക്ക് എപ്പോഴും ഞാൻ എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതാണ് അവരുടെ ഒരു സ്നേഹം കാണിക്കുന്നത് അവര്. അതെനിക്ക് എപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാ. നമ്മൾ ആ സ്നേഹം കാണിച്ച് ഇനി എനിക്ക് അറിയേണ്ടത് കടയിലല്ല, കടയൊക്കെ നമ്മൾ അത് കഴിഞ്ഞിട്ടാണല്ലോ വന്നത്. നമ്മൾ അതിനു മുമ്പുള്ള ഇതായതുകൊണ്ട് അത് നമ്മൾ അവിടേക്ക് എത്താം. ഇപ്പൊ ഇതിലെനിക്ക് അറിയാം വേറെ എന്താ അറിയുന്നത് അറിയോ? ഇപ്പൊ സുബേറിക്ക ഹാൻഡ് ബോളും ഇതൊക്കെ കളിച്ചിട്ടുണ്ട്. ഷജില ചേച്ചി എന്തെങ്കിലും കളിച്ചിട്ടുണ്ടോ ഇങ്ങനെ സ്പോർട്സിൽ എന്തെങ്കിലും? ചെയ്തിട്ടുണ്ട്. എന്താ? ഞാൻ അത്ലറ്റിക്സ് ആയിരുന്നു സ്കൂളിലൊക്കെ. പിന്നെ ഞാൻ സൈക്ലിസ്റ്റ് ആയിരുന്നു. അതെ, എന്തിലാണെന്ന് പറയാ, എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ പറ. ഞാന് ഡൽഹി, രാജസ്ഥാൻ. സൈക്കിൾ ഓട്ടിയാ? അത് ഒരു 1 month ഇത് സിമ്പിൾ നാഷണൽ സൈക്ലിസ്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, സൈക്ലിസ്റ്റ്. ഇന്ത്യക്ക് വേണ്ടി സൈക്കിൾ ഓട്ടിയ പാർട്ടിയത്. നാഷണൽ സൈക്ലിസ്റ്റാ? ഞങ്ങളൊരു ടീമായിട്ട് പോകും. ഒരു മാസത്തേക്ക് 1.5 മാസത്തേക്ക് ഞങ്ങൾ പോയി. അവിടെ അതില് ഒരു വിഷയം എന്ന് വെച്ചാൽ ഞാനാണ് ഏറ്റവും ചെറിയ കുട്ടി, ബാക്കിയെല്ലാം ചേട്ടന്മാരാ. അതായത് സുബർക്കാടെ കൂടെ പഠിച്ച ചേട്ടന്മാരുണ്ട്, പിന്നെ വലിയ ചേച്ചിമാരുണ്ട്. അപ്പൊ അതിലൊക്കെ ഞാനാണ് അവരുടെ ജൂനിയർ. അപ്പൊ എന്നെ അവര് കുറേ നല്ലോണം കെയർ ചെയ്യും. ഇതിനിടയ്ക്ക് ഒത്തിരി വിറ്റൊക്കെ വരും. കാരണം ചേട്ടന്മാര് അവിടെ ഉള്ള ഹിന്ദിക്കാരന്മാരുടെ അടുത്തൊക്കെ വഴക്കിന് പോകും. എന്നിട്ട് എന്നെയാണ് പിടിച്ച് ഒളിപ്പിച്ചിരുത്തണം, എനിക്കൊന്നും സംഭവിക്കാതിരിക്കാനൊക്കെ. ആ ഒരു ട്രാവലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമാണ്. ആ ഒരു ടൂർണമെന്റിൽ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉള്ള. പക്ഷെ എന്നെ സൈക്കിളിലേക്ക് കൊണ്ടുവന്ന ആശാനൊക്കെ ഇപ്പൊ മരിച്ചുപോയി. അത് 3-4 പേരുണ്ടായിരുന്നു. അതിൽ കുറെ പേരൊന്നും ഇപ്പൊ ഇല്ല. പിന്നെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ നാട്ടിൽ തന്നെ ഉണ്ട്. ചിലരെയൊക്കെ കാണാറുണ്ട്. അവരൊക്കെ ഗവൺമെന്റ് സർവീസിലാണ്. പിന്നെ എനിക്ക് അന്ന് ആ പ്രായമൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കയറാൻ പറ്റിയില്ല. നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലൊക്കെ ഗവൺമെന്റ് സ്ഥാപനത്തിൽ കയറി കിട്ടും, റെയിൽവേയിലോ എവിടെയെങ്കിലും. അതുകൊണ്ട് ദുബായില് കാനഡയിലേക്ക് എത്തി. പഠിച്ചതിന്റെ ഒരു എവിടെ എത്തും എന്നുള്ളത്. ഇപ്പൊ എന്റെ പ്രൊഫഷൻ ഇതായി മാറുമെന്നൊന്നും ഞാൻ അന്ന് ചിന്തിച്ചില്ലല്ലോ. എനിക്ക് കുക്കിംഗ് ഇഷ്ടമായിരുന്നു, ഞാൻ അതിലേക്ക് പോയി. പക്ഷെ ദുബായിലൊന്നും ഞങ്ങൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ. വീട്ടിലുള്ള കുക്കിംഗ്, സുഹൃത്തുക്കൾക്ക്, പിന്നെ ഞങ്ങള് ഫാമിലി ആയിട്ട് പുറത്തു പോക്കാം, പാർക്കിലൊക്കെ പോയിട്ട് ബാർബിക്യൂ അത് ഇതൊക്കെ ചെയ്യലായിരുന്നു. നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു ഫുഡ്. ദുബായില് ചേച്ചി എന്താ ചെയ്തോണ്ടിരുന്നേ? ദുബായില് ഞാൻ പോയ സമയത്തോ, ഞാൻ പറഞ്ഞില്ലേ ചെറുപ്പത്തിൽ പോയതാണല്ലോ. അപ്പൊ അന്ന് ഞാന് പോയപ്പോ തന്നെ അമ്മ ഒരു കമ്പനിയില് ഇന്റർവ്യൂവിന് ഒരു പത്രത്തിൽ കണ്ടിട്ട് വിട്ടു. അവിടെ പോയപ്പോ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അന്ന് ആ ചേച്ചിക്ക് കല്യാണ സമയമായിരുന്നു. അപ്പൊ ഇങ്ങനെ അമ്മ എന്നെയും കൊണ്ട് ഇന്റർവ്യൂവിന് പോയപ്പോ ജോലി കിട്ടി. പക്ഷെ എനിക്കങ്ങനെ അറബിയൊന്നും അറിയില്ലല്ലോ. ഇതൊരു ലോക്കൽ കമ്പനി ആയിരുന്നു. ആ സമയത്ത് ഷാർജ പ്രിന്റിംഗ് പ്രസ് അതായിരുന്നു. അതൊന്ന് ലോക്കൽസിന്റെ ആണ്. അവിടെ മാഗസീന്, പത്രം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഞാൻ അവിടെ എനിക്ക് അക്കൗണ്ട്സിലാണ് ആദ്യം കിട്ടുന്നത്. ടെലിഫോൺ കം അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റാണ്. അപ്പോൾ ആ ചേച്ചി എന്നെ ഒരു 2 ആഴ്ച ട്രെയിനിങ് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ലോക്കൽസിന്റെ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എൻ്റെ അച്ഛനെക്കാട്ട് പ്രായമുള്ള ഒരു അറബിയായിരുന്നു. പുള്ളിക്കാരൻ്റെ ഒരു മകൾ എന്നൊരു വൈബാണ്. അയാൾക്ക് 5 പെൺമക്കളാണ്. അതിൽ 4ാമത്തെ മോള് എൻ്റെ പ്രായമാണ്. അപ്പൊ എൻ്റെ അടുത്ത് അവിടെ ഉള്ള എൻ്റെ സഹപ്രവർത്തകർ കുറെ പേരുണ്ട്. ഇതിന് നാട്ടിൽ കുളിപ്പിച്ചപ്പോ തെന്നി ഇവിടെ വന്ന് വീണതാണ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കുമായിരുന്നു. കാരണം അവിടെയും ഞാനാണ് ഏറ്റവും ചെറുത്. അപ്പോ 125-130 പേര് ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്. അതില് ഒരേ ഒരു പെൺകുട്ടി, ഞാൻ മാത്രം. അവിടെ ഞാനൊരു 3 വർഷം ജോലി ചെയ്തു. പിന്നെ അതൊരു ഈജിപ്ഷ്യന് കൈമാറേണ്ടി വന്നു.
ആ സമയത്ത് ഞാൻ വേറൊരു പ്രിന്റിംഗ് പ്രസ്സിലേക്ക് മാറി. പ്രിന്റിംഗ് എക്സ്പീരിയൻസ് ആയല്ലോ. അവിടുത്തെ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്തൊരു ന്യൂസ് പേപ്പറിൽ ഖലീജ് ടൈംസിലാണെന്ന് തോന്നുന്നു ഞാനിങ്ങനെ ഫോൺ ചെയ്തോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. എന്റെ ചെറുപ്പത്തിലുള്ള ഒരു ഫോട്ടോ. അവിടുത്തെ മെയിൻ ആയിട്ട് ഞാൻ ആ 2 പ്രിന്റിംഗ് പ്രസ്സിൽ 5 വർഷത്തോളം ജോലി ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് കല്യാണമായപ്പോഴത്തേക്ക് പിന്നെ നിങ്ങളത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? അത് പറ, എങ്ങനെ കണ്ടുകൂട്ടിയെന്ന് പറയുന്നത് ആക്ച്വലി ഇവള് എൻ്റെ വാപ്പായുടെ കസിൻ്റെ മോളാണ് ഇവള്. എൻ്റെ വാപ്പായുടെ മച്ചിനെൻ്റെ അത് അടുത്ത ഇതല്ല, ഒന്നിടവിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ നാട്ടിൽ വെച്ചിട്ട് ഞാൻ ഇവരെ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ പൂജപ്പുരന്ന് കരമന പള്ളിയിൽ വന്നാണ് നമസ്കരിക്കാൻ എടുക്കാനൊക്കെ പോകുന്നത്. പക്ഷെ ഇവരുടെ വീടിന്റെ മുന്നിൽ കൂടെ ഒക്കെയാണ് പോകുന്നത്. പക്ഷെ ഇങ്ങനൊരു ഐറ്റം അന്നേ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ചിലപ്പോ നിങ്ങള് അപ്പുറത്തേക്ക് വണ്ടിയിലൊക്കെ പോയിട്ടുണ്ടാവും, അറിയില്ല. സുബർക്ക് പറഞ്ഞില്ലേ കസിൻസ് എന്ന് പറഞ്ഞല്ലോ. പക്ഷെ സുബർക്കയുടെ തന്നെ ഒരു അച്ഛന്റെ അനിയന്മാര് 2 പേരുണ്ട്. അതും കസിൻസ് ആണ് അവരും. അതില് ആ 2 കസിൻസ് വന്ന് എന്റെ വാപ്പാടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അവരുടെ മക്കളുമായിട്ട് ഞങ്ങൾക്ക് നല്ല അറ്റാച്ച്മെന്റ് ആണ്. അങ്ങനെയാണ് ദുബായിൽ വെച്ചിട്ട് സുബർക്ക് അവരെ കാണാൻ വരികയും അതുവഴി നമ്മൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കാണാൻ വരികയും ചെയ്തു. അല്ല, കണ്ടതിനേക്കാളും വലിയൊരു വീട്ടെന്ന് പറയുന്നത് ഈ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഈ ആൾക്കാരെ സ്വീകരിക്കാനുള്ള ഇത് ചെന്ന് കയറുന്നത് തന്നെ ഫുഡിന്റെ അങ്ങ് ബഹള. അതുണ്ടാക്കണം ഇതുണ്ടാക്കണം. ഇവള് ഉമ്മ അനിയത്തി, പിന്നെ ഇവളുടെ ഒരു അനിയനുണ്ട്. അവന് ഞാൻ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാ. ആര് മിക്കപ്പോഴും എന്റെ അനിയൻ നന്നായിട്ട് കുക്ക് ചെയ്യും. അല്ല, നിങ്ങളെ ചെറുപ്പത്തിലെ കുക്ക് ചെയ്ത ആനി എന്ന് പറയുന്നത് നല്ല ആൾക്കാരെ ഹോസ്റ്റ് ചെയ്യാൻ എടുക്കാനൊക്കെ ഭയങ്കര ഇത്. നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവള് നേരെ അടുക്കളയിൽ പോകുന്നു, അതുണ്ടാക്കുന്നു ഇതുണ്ടാക്കുന്നു. ഇത് ആൾക്കാരെ എങ്ങനെ ഈ ഫുഡ് കഴിച്ച് ഞാനങ്ങ് വീണു. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതിപ്പോ ഞാൻ വളർന്ന എന്റെ ഉമ്മ എല്ലാവർക്കും ഫുഡ് കൊടുക്കണതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ എന്റെ വാപ്പായും. ഇവർ 2 പേര് എല്ലാവരും സ്വീകരിക്കുന്നതും ഫുഡ് കൊടുക്കണതൊക്കെ ഞാൻ കാണാറുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് തന്നില്ലെങ്കിലും മറ്റുള്ളവർക്ക് അമ്മ ഫീഡ് ചെയ്യണ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ വാപ്പയുടെ സഹോദരങ്ങള്, വാപ്പയുടെ ഉമ്മ, പിന്നെ എൻ്റെ ചെറിയച്ഛ വലിയച്ഛ, അങ്ങനെയുള്ള എല്ലാവരും. അപ്പൊ അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പിന്നീടെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ വീട്ടില് അവിടെ പോയാലും അവരും അങ്ങനെയാണ്. അപ്പൊ ഇതെല്ലാം കാണുമ്പോ നമ്മുടെ വിചാരം നമ്മുടെ വീട്ടിൽ വരണവരെ നമ്മളും ഇങ്ങനെയൊക്കെയാണ് സ്വീകരിക്കേണ്ടത്. പിന്നെ ഫുഡിനോട് ഭയങ്കര താല്പര്യമൊന്നുമില്ല. ഞാൻ ഒന്നും കണ്ടുപഠിക്കൂല. മീൻസ് റെസിപ്പി നോക്കില്ല, അങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്ക് തോന്നും ഇന്ന് ഇത് ചെയ്യണം. അപ്പൊ എന്റെ വീട്ടുകാർ അതിന് എനിക്ക് സാഹചര്യം തരും. ഉണ്ടാക്കിക്കോ എന്ന് പറയുമ്പോ തെറ്റായാലും ശരിയായാലും ഉണ്ടാക്കിക്കോ, ഞങ്ങൾ കഴിക്കാനില്ലെങ്കിൽ എന്ന് പറയുമ്പോ. എന്നെ സംബന്ധിച്ച് പറഞ്ഞത് മറ്റേ ദുബായിൽ വന്നതിന് ശേഷം ബാച്ചുലേഴ്സ് ലൈഫ് അല്ലേ. ആ ഇതിൽ നിന്നിട്ട് ഈ അവധി കിട്ടുന്ന സമയത്ത് ഇവിടെ വരുന്ന സമയത്ത് ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ചില ഉമ്മയും അപ്പയൊക്കെ മരിച്ചതിന് ശേഷം പിന്നെ കുറേ നാളത്തെ ഇതിലെ ഈ ലോൺലെസ് ലൈഫ് അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ഇവരുടെ അടുക്കൽ വരുമ്പോഴാണ് കിട്ടുന്നത്. ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ്. ഞാൻ എൻ്റെ വീട്ടിലാണ് വരുന്നെന്നുള്ള ഒരു തോന്നലായി. വീക്കെൻഡ് ആകുമ്പോൾ ഷാജി വിളിക്കുന്ന സമയത്ത് ഇതേപോലെ പറയും, അല്ലേ ഇന്ന് വീട്ടിൽ വരെ ഞാൻ വന്ന് പിക്ക് ചെയ്യാം. അന്ന് എനിക്ക് വണ്ടിയൊന്നുമില്ല, ഡ്രൈവിംഗ് ലൈസൻസോ വണ്ടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അലൈനിലാണ്. അവിടുന്ന് 120 കിലോമീറ്റർ ദൂരമുള്ള എന്നെ വന്ന് അവിടുന്ന് പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരും. എന്നിട്ട് പിന്നെ ഒരു വീക്കെൻഡ് വൈബ് നല്ലത്. വ്യാഴാഴ്ച വൈകുന്നേരം ആകുമ്പോൾ ആശാൻ അവിടെ വരും. അതെന്താ വെച്ചാല് ഞങ്ങളൊക്കെ ഗൾഫിൽ പോയ നാള് തൊട്ട് ഒരു വ്യാഴാഴ്ച വൈകുന്നേരം ആകുമ്പോൾ വെള്ളിയാഴ്ച ഓഫാണ്. അപ്പൊ ബന്ധുക്കള്, ഫ്രണ്ട്സ്, എല്ലാവരും ബന്ധുക്കളാണ്. ഫ്രണ്ട്സ് 1-2 പേരെ കാണത്തുള്ളൂ.
അപ്പൊ എല്ലാരും വന്നു കഴിയുമ്പം മജ്ലിസ് ഒക്കെയാണ് നമ്മള് ഹാളിന് പറയണത്. അപ്പൊ ഇവിടുന്ന് ഒരു 10, 25, 30 പേര് കാണും, ബന്ധുക്കളും ഫ്രണ്ട്സും. അതായത് ബന്ധുക്കൾ എന്ന് പറയുമ്പോ എന്റെ അനിയത്തിയുടെ ഭർത്താവിന്റെ ആൾക്കാര് എല്ലാരും നല്ല കൂട്ടാണ്. ഞങ്ങള് അങ്ങനെ ആരുമായിട്ട് ഒരു പിണക്കമോ തർക്കമോ ഒന്നുമില്ല. വ്യാഴാഴ്ച ആകുമ്പോ ഏതെങ്കിലും ഒരു വീട്ടിലാണ് ഇന്ന് കൂടുന്നത്. അപ്പൊ എല്ലാരും വരും. വന്നു കഴിഞ്ഞാൽ രാത്രി മൊത്തം പാട്ടും ചിരിയും കളിയും ഒക്കെ ആയി ആ ദിവസം രാത്രി പോയി പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഇവരെല്ലാരും പള്ളിയിൽ പോവും, ഞങ്ങളൊക്കെ ഫുഡ് ഉണ്ടാക്കും. ഇതും കഴിഞ്ഞ് നേരെ പാർക്കിലാണ് അടുത്തത്. രാത്രി ഒരു 9:30, 10 മണി വരെ പാർക്കിലുള്ള സംഭവങ്ങളാണ്. അപ്പൊ നമുക്ക് ഫുള്ളി എൻജോയ്മെന്റ് ആണ്. മെയിൻ എന്ന് പറഞ്ഞ ഫുഡ്. അപ്പൊ നമുക്ക് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മള് കണ്ടും കേട്ടും ഒക്കെ വന്ന് നേരെ കാനഡയിലേക്ക് വരുന്നത്. ഇപ്പൊ നമ്മൾ അവിടെ ദുബായിൽ ഇങ്ങനെ കുറെ ആള് നിന്ന് നിങ്ങൾ കല്യാണമൊക്കെ കഴിച്ച് എന്താണ് കാനഡയിലേക്ക് വരാൻ പെട്ടെന്ന് ഒരാൾ ജനിക്കുമ്പോ ഞാൻ നാളെ കാനഡയ്ക്ക് പോകണമെന്ന് പറഞ്ഞിരിക്കുമല്ലോ, എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ എല്ലാവർക്കും വരാൻ. എന്താണ് ഒരു ഡിസിഷൻ കാനഡയിലേക്ക് പോവാം ഡിസിഷൻ തോന്നുന്നത്? കാനഡയ്ക്ക് പോകുന്നുള്ള ഇത് വെച്ചാൽ എൻ്റെ പെങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോ പെങ്ങള് ഉണ്ട്, അളിയനുണ്ട്, മക്കളുണ്ട്, അപ്പോൾ എൻ്റെ സിബ്ലിങ്. അപ്പോ ഈ കാനഡ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രീമാണ് അല്ലേ? കാനഡ നമ്മളിപ്പോ പിക്ചറിൽ കാണുന്നെങ്കിലും എടുക്കുന്ന കാനഡ എന്ന് പറയുമ്പോൾ കാണിക്കുന്ന ടൊറോണ്ടോയും മറ്റേ വാങ്കോവറും അവിടെ നയാഗ്ര ഇതൊക്കെയല്ലേ കാണിക്കുന്നത്. അത് ഈ കാനഡ എല്ലാം അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കും. വിചാരിച്ച് ആ ഒരു വിചാരം ഒരു മനസ്സിൽ തോന്നിയ അന്നത്തെ ഒരു ആഗ്രഹമാണ് എങ്ങനെയായിരുന്നാലും കാനഡയിലേക്ക് വരണമെന്നുള്ളത്. അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് പറയുന്നത് പെങ്ങള് ഓൺ ബിസിനസ് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാമിലി ബിസിനസ് വർക്കർ എന്നുള്ള ഒരു കാറ്റഗറി ഇത് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫീൽഡാണ്. റെസ്റ്റോറൻറ്റിലേക്ക് വരണമെങ്കിൽ LMI ചെയ്യണമെങ്കിലോ ബാക്കിയുള്ള ഇതാണെങ്കിലോ എനിക്ക് അതിനുള്ള സർട്ടിഫിക്കേഷൻ വേണം. അതിന് ഞാൻ 2 വർഷം കോഴ്സ് ആണ് ഞാനും പഠിച്ചു എടുത്ത് ഇത് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് നമ്മൾ ഡിഫറെന്റ് ഇതായിരുന്നു. അവള് പാസ്ട്രിയും ബാക്കിയുള്ള കാര്യങ്ങളും ഇതൊക്കെ ആയിരുന്നു ചെയ്തത്. ഞാൻ മറ്റേ കൺലറി മാനേജ്മെന്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്തു. ഇതൊക്കെ വെച്ചിട്ട് ഡോക്യുമെന്റ് എല്ലാം പ്രോപ്പറായിട്ട് ഇത് വെച്ച് അപ്ലൈ ചെയ്ത സമയത്ത് വിത്തിൻ 15 days അല്ലേ നമുക്ക് വർക്ക് പെർമിറ്റ് സാങ്ഷനായി. അത് സാങ്ഷനായിട്ട് മെഡിക്കലിന് പോകാനായിട്ടുള്ള പേപ്പർ വന്നു. അത് പെട്ടെന്ന് 3-4 ദിവസത്തിനകത്ത് മെഡിക്കലും കഴിഞ്ഞ് അതിൻ്റെ പേപ്പർ കഴിഞ്ഞപ്പോഴേ അടുത്ത മെയിൽ വരുന്നു, വിസ അതിൻ്റെ ഇത് കിടക്കുന്നു, എടുക്കുന്നു, പാസ്പോർട്ട് റിക്വസ്റ്റ് വന്ന് ഡൽഹിയിൽ നേരെ ഡൽഹിയിലേക്ക് പാസ്പോർട്ട് കൊടുക്കുന്നു. പാസ്പോർട്ട് ഒരാഴ്ചക്കകത്ത് സംഭവം വരികയും ചെയ്തു. എല്ലാവരും അതിശയിച്ചു ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ ഇങ്ങനെ വരുന്നത്. അതാണ് 2015 ജൂൺ 13-ാം തീയതിയാണ് നമ്മൾ ഇവിടെ രണ്ടുപേരും ഒരുമിച്ച് വരുന്നത്. അത് വരുന്നതെന്ന് പറയുന്ന വന്ന് ഫസ്റ്റ് നോവസ്കോഷ്യയിലേക്ക് വരുന്ന സമയത്ത് ഹാലിഫാക്സ് ഈ വരുന്ന സമയത്ത് നമ്മളത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഫ്ലൈറ്റ് ആയിരുന്നു ഡയറക്റ്റ്. നമ്മൾ ഖത്തർ എയർവേസിൽ നമ്മള് ഖത്തറിൽ പോയി അവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് വന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് എയർ കാനഡയിൽ ഹീത്രോയില്. അപ്പോൾ ഈ ഫ്ലൈറ്റ് അനൗൺസ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഏകദേശം നമുക്ക് ഗ്രൗണ്ടൊക്കെ കണ്ടു തുടങ്ങുമല്ലോ. അപ്പൊ നോക്കിയപ്പോ വെറും പച്ച ഉള്ള മരങ്ങളും ഉള്ള ജലാശയങ്ങളും മാത്രമേ ഉള്ളൂ. ഈ നമ്മൾ പിക്ചറിൽ കണ്ട ബിൽഡിങ്സ് ഒക്കെ എവിടെ എങ്ങനെ പോയാലും നമ്മൾ ഒരു എയർപോർട്ടിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് കുറച്ച് ലൈറ്റെങ്കിലും കെട്ടിടത്തിന്റെ ലൈറ്റെങ്കിലും കാണല്ലേ. ഇത് വന്ന് ഇറങ്ങി ഇത് ചെന്ന മുമ്പത്തെ ഒരു 10 വർഷം മുമ്പുള്ള എയർപോർട്ട് നിങ്ങൾ കാണണമായിരുന്നു. അതും ഇന്റർനാഷണൽ എയർപോർട്ട്. നമ്മൾ ഈ ചെറിയ ഈ ഇവിടുത്തെ അപ്പാർട്ട്മെന്റുകളുടെ കോറിഡോറിൽ കൂടെ നടക്കില്ലേ അതുപോലത്തെ ഈവൻ ഫ്ലോറിങ് പോലും ഇല്ല. ഈ റഫ് സിമെന്റ് ഇട്ടതില്ല. നമ്മളെ ഈ ട്രോളി ബാഗ് ഉരുട്ടിക്കൊണ്ട് ആ സൗണ്ടാണ് കേൾക്കുന്നത്. അങ്ങനെ വന്ന് എമിഗ്രേഷൻ കൗണ്ടറിൽ വന്നപ്പോ ചിരിച്ചു പോയി. എന്നറിയാം
ആകെ 2 പേരും ഒരു കണ്ണാടി ചില്ലിനകത്തിരിക്കുകയാണ്. ഈ 2 പേര് ഇരുന്നിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ വെച്ചല്ലേ ഇമിഗ്രേഷൻ ഇത് ചെയ്യുന്നത്. ഒരു 150 പേര് ക്യൂ. ഈ 2 പേര് മാത്രം ഇരുന്ന് ഇത്രയും പേരെ പിടിച്ച് അവിടെ നിർത്തിയിട്ട്, അന്നത്തെ സിസ്റ്റം അങ്ങനെ ആയിരുന്നു. അത് മാനുവലി നമ്മൾ കുറെ പേപ്പേഴ്സ് ഇവിടെ വന്നിട്ട് എഴുതി കയ്യിൽ കൊടുക്കണം. ഇപ്പോഴാണ് കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തത്. അന്ന് കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പൊ നമ്മൾ എഴുതി കൊടുക്കുന്നത് ഇവര് ഇരുന്നിട്ട് നോക്കിയിട്ടാണ് എൻട്രി ചെയ്യുന്നത്. ആ ഒരു സെറ്റ് വന്ന് ആ ബിൽഡിംഗിൽ നിന്ന് വെളിയിറങ്ങിയപ്പോഴേ വീണ്ടും ചിരിച്ചു. നേരെ ചെന്ന് പാർക്കിങ്ങിലേക്കാണ് ഇറങ്ങുന്നത്. ഇപ്പോഴാണ് ഇത്രയും വലിയ ബിൽഡിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നത്. അങ്ങനെ കാനഡയിൽ എത്തി എന്നുള്ളത് ഒരു ഇതാണ്. അതിൽ എന്താന്ന് വെച്ചാല് ഹ്യൂജായ ഒരു എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. ദുബായിൽ നിന്ന് വന്ന് നമുക്കൊരിക്കലും, എനിക്ക് സുബർക്കൊക്കെ ചിരി വന്നെങ്കിൽ എനിക്ക് സങ്കടമാണ്. കാരണം നമ്മൾ ഇവിടെയാണോ വന്നത്, ഇത് കാനഡ ആണോ എന്നുള്ളൊരു ചിലപ്പോ സംശയം എയർപോർട്ട് മാറി. അല്ല, ഏറ്റവും വലിയൊരു സന്തോഷം വേറെ കിട്ടിയെന്ന് പറയുന്നത്, എനിക്ക് വന്ന് ഫ്രണ്ടിൽ വന്ന് നിന്നതും ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട എൻ്റെ പെങ്ങളെ കാണുന്നു. പെങ്ങളും അളിയനുമായിട്ട് വന്ന് മറ്റേ ബൊക്കയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പൂച്ചെണ്ടും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു സ്വീകരണം കിട്ടുന്നത് നമ്മൾ മറ്റേ ഈ വലിയ ഗസ്റ്റുകളൊക്കെ വരുമ്പോ നമ്മള് പൂച്ചെണ്ട് കൊടുത്ത് അങ്ങനെ ഒരു സ്വീകരണം കിട്ടുന്നത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ. ഗസ്റ്റുകളെ സ്വീകരിക്കുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒരു ടോപ്പിക് എനിക്ക് അറിയാവുന്നൊരു കാര്യമാണ്. സുബൈർക്ക് അവരുടെയൊക്കെ ഒരു കുറച്ച് പേരെ നാട്ടിൽ കുറെ പരിപാടി ചെയ്തിട്ടുണ്ടല്ലോ. ഒരു വലിയൊരു ഗസ്റ്റിനെ സുബൈർക്ക് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു പരിപാടിയില്. നമ്മുടെ അത് ആരാന്ന് പറയണോ? അത് സുബൈർക്ക് തന്നെ പറഞ്ഞു. ആരായിരുന്നു അത്? അതെന്റെ ജീവിതത്തില് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, എൻ്റെ എക്സ്പീരിയൻസുകളിൽ ഏറ്റവും ഞാൻ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു ഇതാണ്. ഒത്തിരി പേരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, പല VIPസുമായിട്ട്. പിന്നെ നമ്മുടെ APJ അബ്ദുൽ കലാം സാറിനെ എൻ്റെ കൈപിടിച്ച് ആ സ്റ്റേജിലേക്ക് ആനയിക്കാൻ കിട്ടുന്ന ഒരു അവസരവും, തിരിച്ച് സാറിനെ കൊണ്ടുവന്ന് വണ്ടിയിലേക്ക് കയറ്റാൻ പറ്റുന്ന ഒരു ഇത് കിട്ടിയ ഒരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. എന്നുവെച്ചാൽ അത് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് തന്നെ, അപ്പോൾ ദുബായിൽ നിന്ന് ലീവിന് വന്ന് നാട്ടിൽ നിൽക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ എഡ്യൂഫെസ്റ്റ് എന്നും പറഞ്ഞുള്ള ഒരു ഇത് നടത്തി. അപ്പോൾ ചീഫ് ഗസ്റ്റായിട്ട് അതിൻ്റെ സമ്മാനദാനവും ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ ചീഫ് ഗസ്റ്റായിട്ട് വന്നത് അബ്ദുൽ കലാം സാറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എഡ്യൂഫെസ്റ്റ് എന്നുള്ള പ്രോഗ്രാമിന് ഞാൻ ഈ ഹോസ്റ്റ് ടീമിൽ എനിക്കൊരു റോളുണ്ടായിരുന്നു. ഞാൻ കോർഡിനേഷന് ഞാനായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. അപ്പോൾ വൺ ഓഫ് ദ കോർഡിനേറ്റർ എന്ന് പറയാം. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് എല്ലാ അറേഞ്ച്മെൻറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനും എടുക്കുന്നതിനും സാറിൻ്റെ ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ കുറേ ആ സ്പീച്ചുകളിൽ നിന്നിട്ടും അതുകൂടാതെ സ്റ്റേജിലേക്ക് കയറി കൊണ്ടുവന്ന് കുറേ ചേഴ്സുകൾ നിരത്തിയിട്ടിരിക്കുന്നു ഡിഫറെൻറ്റ്. ഇപ്പം നമ്മൾ VIP അബ്ദുൽ കലാം സാറിന് വേണ്ടി നമ്മൾ മറ്റേ രാജാപാർട്ട് ഒരു ചെയറൊക്കെ സ്പെഷ്യലായിട്ട് ഇട്ടു. അതൊക്കെ ഇട്ടിട്ട് സാറിനെ അവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് ഞാനിങ്ങനെ സൈഡിലേക്ക് മാറിയിരിക്കുമായിരുന്നു. അപ്പോൾ എന്നെ കൈ കാണിച്ചിട്ട് ഇங்கே വാ എന്ന് പറഞ്ഞ് വിളിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ പൊന്നോ സംഭവം നടക്കുവാണ്. എന്തോന്ന് പറഞ്ഞാൽ ഞാൻ അടുത്തോട്ട് പോകുന്നു. അപ്പൊ പറയുന്ന இந்த சேர் இங்கே இருந்து மாட்டு എന്നിട്ട് அந்த சேர் ഇങ്ങ പോടി എടുത്ത് ഞാൻ അന്തം വിട്ടുപോയി. എന്നിട്ട് എനക്കത് വേണ്ട, ഇതുപോലത്തെ സാധനം എനിക്ക് മതിയെന്നും പറഞ്ഞിട്ട് ഈ മറ്റുള്ളവരിയ്ക്കുന്ന പോലത്തെ ആ ചെയറിൽ സാറ് ഇരുന്ന്, അതൊക്കെ ഒരു വലിയ, ഇപ്പോഴത്തെ ഇതില് നമ്മൾ ആ ചെയർ ഇല്ലെങ്കിൽ സ്റ്റേജിൽ ഇറങ്ങി പോകുന്ന ആൾക്കാരെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മള് പല പാഠങ്ങളും ഉൾക്കൊള്ളാനുള്ള ഒരു ഇത്. അത് കഴിഞ്ഞിട്ട് സാറ് പ്രസംഗം എല്ലാം കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്തിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഞാനവിടെ സൈഡിൽ മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റീസ് ഉണ്ട്, ഫോർമർ പ്രസിഡന്റും കൂടെയാണ്. അപ്പോൾ ഇത്രയും സെക്യൂരിറ്റീസും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സൈഡിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്പ് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് വീണ്ടും ഒരു എന്തോ ഒരു വിശ്വാസത ഉള്ളതുപോലെ
ഞാൻ ഇങ്ങനെ കയ്യിൽ താങ്ങുന്നു, കൈ ഇങ്ങനെ ഇത് ബലം പിടിച്ച് ആ സ്റ്റെപ്പ് ഇറക്കി, ഓരോ സ്റ്റെപ്പ് ഇറക്കി കൊണ്ടുവന്ന് ഞാൻ ഇത് ചെയ്തിട്ട് നേരെ കാറിൽ കൊണ്ടുവന്ന് കയറ്റുന്നു. ആ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എല്ലാരും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വലിയൊരു ലിജൻഡ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വലിയൊരു ഇതാ. എന്നിട്ട് നമ്മള് കാനഡയിലെത്തി. നമ്മൾ എന്നിട്ട് വന്നിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്? അവിടെ ഇപ്പൊ ചേച്ചിയുടെ ആയാലും റെസ്റ്റോറന്റിലേക്ക് പെട്ടെന്ന് അല്ല, നേരെ റെസ്റ്റോറന്റിൽ വന്നു. നമ്മള് റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ രണ്ടുമില്ലല്ലോ? ഇല്ല, ഫസ്റ്റ് ടൈം അല്ലേ? അല്ല, ഞാൻ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് മറ്റേ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാനത് ഇത് ചെയ്തായിരുന്നു. അപ്പോൾ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടെ എനിക്ക് വേണമായിരുന്നു. ഇന്റേൺഷിപ്പ് ചെയ്യുന്ന പോലെ നമ്മള് കോഴ്സ് കഴിഞ്ഞിട്ട് റെസ്റ്റോറന്റിൽ നമുക്ക് വർക്ക് ചെയ്യണം. അപ്പൊ ആ വർക്ക് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു 4 സ്റ്റാർ ഹോട്ടലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. ട്രിവാൻഡ്രത്ത് തന്നെയാണ് അത്. പിന്നെ ഇത് തന്തൂരിന്റെ ഇത് സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോയമ്പത്തൂരും ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സ്പീരിയൻസ് എനിക്ക് റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്ന് വെച്ചാല് റെസ്റ്റോറൻറ്റ്, നാട്ടിലുള്ള റെസ്റ്റോറൻറ്റുകളിൽ ഇപ്പോൾ 5 സ്റ്റാർ ആയിരുന്നാലും 4 സ്റ്റാർ ആയിരുന്നാലും ആ റെസ്റ്റോറൻറ്റ് കിച്ചണിൽ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത് അണ്ടർ ട്രെയിനിങ്. അപ്പോൾ ട്രെയിനിങ് ഈവൻ നമ്മൾ ഡിഷ് വാഷ് മുതൽ ഇവിടേക്കെല്ലാം മെഷീനിലുള്ള ഇത് അത് മുതൽ നമ്മൾ ഫുൾ കുക്കിങ്ങിൽ വരെ കട്ടിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും ഈ വലിയ ഇതിലൊക്കെയുള്ള ഈ ബൾക്ക് അടിക്കുന്ന സമയത്ത് നമ്മൾ ഈ സോസ് ഇളക്കുന്നത് വരെയുള്ള ഒരു എല്ലാ പണിയും നമ്മൾ ചെയ്തേ പറ്റൂ. ഈ ട്രക്കിൽ വരുന്ന ഈ പ്രൊഡ്യൂസ് സാധനങ്ങളില്ലേ, ഇതെല്ലാം നമ്മൾ ചുവന്ന് കൊണ്ടുവന്ന് അകത്ത് വയ്ക്കണം. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് എന്റെ റെസ്റ്റോറന്റ് വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ്. അതിൽ വരെ ഇവിടെ വന്നപ്പോ എന്തെങ്കിലും വലിയ വ്യത്യാസം തോന്നിയായിരുന്നോ പെട്ടെന്ന് കയറിയപ്പോ? വലിയ ഇതെന്ന് വെച്ചാല് പെങ്ങളുടെ റെസ്റ്റോറന്റ് നമ്മുടെ ഫാമിലിയുടെ റെസ്റ്റോറന്റ് ആണ്. അപ്പോ ഫുൾ ഫ്രീഡം എനിക്ക് ഉണ്ടായിരുന്നു. അത് ഡിസൈഡ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് ചെയ്യാനും. ഞാനും ഷജിലയും സെയിം ഇതിൽ തന്നെ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു നമ്മൾ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആസ് എ സൂഷെഫ് എന്നുള്ള ഒരു പോസ്റ്റാണ് എന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ ഇതിലും എന്ന് വെച്ചാൽ മച്ചായി പെങ്ങളും മച്ചാപ്പഴ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഇതെന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഷെഫ് എന്ന് പറയുന്നത് പെങ്ങളാണ്. അപ്പോൾ പെങ്ങളില്ലാത്ത സമയത്ത് നമ്മൾ രണ്ടുപേരാണ് ടേക്ക് കെയർ ചെയ്യുന്നത്, എല്ലാം ഇത് ചെയ്യുന്നത്. ഇപ്പം നമ്മളുള്ള സമയത്ത് അവർ പുറത്തേക്ക് പോകുന്നത്, നാട്ടിലേക്ക് ടൂർ പോകുന്നത്, മറ്റേ ക്രൂസിന് പോകുന്ന സമയത്ത് നമ്മളെ വിശ്വസിച്ച് പുറപ്പേപ്പിച്ച് ഇത് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫ്രണ്ടും കിച്ചണും എല്ലാം നമ്മൾ ഒരേപോലെ നോക്കുന്നു. അവിടെ റൺ ചെയ്തുകൊണ്ടിരുന്നതിനേക്കാളും നല്ല രീതിയിൽ നമ്മളത് ഇത് നടന്നത്. അപ്പോൾ അവർക്ക് നമ്മളിൽ അത്രയും ഒരു വിശ്വാസതയുണ്ട്, മനസ്സിലായോ? അപ്പോൾ അതിലുപരി നമുക്ക് കിട്ടിയൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമുക്കും റെസ്റ്റോറൻറ്റ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അവർ നമുക്ക് തന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് എന്താണ് എങ്ങനെ റൺ ചെയ്യാൻ പറ്റും, എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് ഒരിക്കലും ഒരു ഇത് കിട്ടില്ല. എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ നമുക്ക് അവരിൽ നിന്നിട്ട് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയത്. ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഷജില നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് അവൾക്ക് ഒരു ഫീൽ ചേഞ്ച് വേണം. എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും ബന്ധുക്കളുടെ കൂടെ തന്നെ നിൽക്കുന്നവർ, എനിക്ക് എൻ്റെ പെങ്ങളെ കൂടെ നിൽക്കുന്ന പെങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയുള്ള ഒരു ഇത് എനിക്കുണ്ട്. പക്ഷെ അവൾക്ക് ഒരു ചേഞ്ച് വേണം. 2 ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരേ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ വർക്ക് എടുക്കുന്ന. പിന്നെ കുക്കിങ്ങിൻ്റെ ടൈമിന് എപ്പോഴും നമുക്ക് ഭയങ്കര ടെൻഷനും ഫ്രസ്ട്രേഷനും ഇതൊക്കെ വരും. ഓട്ടോമാറ്റിക്കലി പല കാര്യങ്ങളും ഇത് ടെൻഷനായിരിക്കും. ബിസി ടൈമിനൊക്കെ എന്തെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ എന്നെ സംബന്ധിച്ച് വെച്ചാൽ കുറച്ച് മുൻകോപമൊക്കെ മുമ്പുണ്ടായിരുന്നു. ഇപ്പം സ്വന്തമായിട്ട് ഇതായപ്പോഴാണ് ഇപ്പം എന്നെ പോലെ മര്യാദക്കാരെ വേറെ ആരുമില്ല. അപ്പോൾ ഒരുമിച്ച് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആർഗ്യുമെൻറ്റും അത് ഇതൊക്കെ വരുമല്ലോ. അപ്പോൾ അവൾക്ക് തന്നെ ഒരു ഇത് തോന്നി. അങ്ങനെ
അവൾ ചോദിച്ചു എനിക്കൊരു ചേഞ്ച് വേണമൊക്കെ എന്താ ഇതാണെന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ടൊറൻറ്റോയിൽ ഇതൊക്കെ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എവിടെ കിട്ടുന്നോ ചെയ്തോളൂ. അങ്ങനെ ഇവൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ടൊറൻറ്റോയിൽ കിട്ടി. അപ്പോൾ ഇതായിട്ട് ചോദിക്കുമല്ലോ, അപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ടോ, നിനക്ക് ഇങ്ങനെയുണ്ട് ഒരു ഞാനന്ന് ഇത് ചെയ്യാം. അങ്ങനെ ഫുള്ള് ഇത് കൊടുത്തു ഞാൻ. അപ്പോഴ് ഇനി ബാക്കിയുള്ള ഇത് മേഖലകൾ മാറിയുള്ള കളി ഇനി അവളോട് ചോദിച്ചാൽ പറയും ടൊറന്റോ. അവിടുത്തെ ഒരു ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ ഇവിടുന്ന് നേരെ ടൊറന്റോക്ക് പോയി, എന്തായിരുന്നു പരിപാടി അവിടെ ചെന്നിട്ട്? ആ ഓപ്പർച്യൂണിറ്റി കിട്ടി ഞാൻ അവിടെ ചെല്ലുമ്പോ. അല്ല ബസ് അത് എങ്ങനെ കിട്ടിയത്? ഇപ്പൊ എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരെ വിളിച്ച് കാര്യം പറഞ്ഞു, അറിയാമോ ഇന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞു. അവര് തന്നെ എന്നെ അവിടെ കൊണ്ടാക്കി. പക്ഷെ ആ റെസ്റ്റോറന്റിൽ എനിക്ക് അങ്ങനെ നിക്കാൻ പറ്റിയില്ല. കാരണം നമ്മുടേതായ ഒരു നമ്മൾ വിചാരിക്കും നമുക്ക് ഈ മേഖലയിൽ ഇങ്ങനെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള. പക്ഷെ ഞാൻ എന്റെ മൈൻഡിൽ കണ്ട ഒരു റെസ്റ്റോറന്റോ അങ്ങനെയൊന്നും അല്ല. അപ്പം അവിടെ എനിക്ക് അങ്ങനെ നിക്കാൻ തോന്നിയില്ല. ഒരു ദിവസം ഞാൻ കേറി, അന്ന് വൈകിട്ട് തന്നെ ഒറ്റ ദിവസത്തെ ഇറങ്ങിയോ? നമുക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ട്. നമുക്കൊരു ഫുഡ് ഉണ്ടാക്കണതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്ത് ചെയ്താലും എനിക്ക് എന്റെ അള്ളാഹുവിന്റെ ഒരുപാട് കാരുണ്യമുള്ള ഒരാളാണ്. അപ്പോ എനിക്ക് അതിൽ കൂടി എനിക്ക് കേറി ചെല്ലുമ്പോ ഒരു വൈബ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. പക്ഷെ അത് അവിടെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് എങ്ങനെയും പുറത്തിറങ്ങിയാൽ മതി. പക്ഷെ ഞാൻ ആ ഒരു ദിവസം അവിടെ കംപ്ലീറ്റ് ജോലി ചെയ്തു. അന്ന് ഞാൻ ഇറങ്ങി, പറഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ എന്നെ കൂട്ടാൻ വന്നപ്പോ ഫോൺ ചെയ്തു, ഞാൻ ഇനി തൊട്ട് വരുന്നില്ല. അതവിടെ കട്ടായി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അവിടെ തന്നെ സ്കാബ്രോയില് ഏറ്റവും നല്ലൊരു റെസ്റ്റോറന്റ്, ഇന്നത്തെ പോലെ ആയിരുന്നില്ല ആ റെസ്റ്റോറന്റ്. അന്നൊരു ടേക്ക് ഔട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ആ റെസ്റ്റോറന്റ് എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. ഞാൻ വേറൊരു റെസ്റ്റോറന്റിലല്ലേ പോയത്. അപ്പൊ ഞാൻ അവിടെ നേരിട്ട് ചെന്നു. നേരിട്ട് ഞാനും ഞാൻ പറഞ്ഞല്ലോ ടൊറാൻഡോയിലുള്ള ഫ്രണ്ട്, കപ്പിൾസ് ആണ് അവര്, നല്ല പിള്ളേരാണ്. അപ്പൊ അവരാണ് എന്റെ കൂടെ വന്നത്. ഞാൻ നേരെ കയറിപ്പോയി, ഞാനൊരു ഇന്ത്യൻ ഷെഫാണ്, എന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ ആളെ വേണമെങ്കിൽ ഞാനിവിടെ ജോലി ചെയ്യാം. ഇന്ത്യൻ ഫേമസ് ആയ ഒരു റെസ്റ്റോറന്റ് ആണ്. അപ്പോ അവിടുത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പൊ. അപ്പൊ പറഞ്ഞു ഓണർ ഇല്ല, ഓണർ വന്നിട്ട് പറയാന്ന് പറഞ്ഞു. അവിടെ ഒരു ഷെഫ് ഉണ്ടായിരുന്നു, ആ ഷെഫ് നാട്ടില് വെക്കേഷനും പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഓണർ എപ്പോ വരുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ നാളെ ഇതേ സമയം വരുമെന്ന് ചോദിച്ചു. ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാനായിട്ട് ഇറങ്ങുമ്പോ ഫോൺ കോൾ അവിടെ വന്നു. അപ്പോ എനിക്ക് തോന്നുന്നു ക്യാമറയിലൂടെ കണ്ടോ എന്നറിയില്ല. വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു ഒരു ചേച്ചിയാണ്, ഇന്ത്യൻ ഷെഫാണ്, ഇവിടെ ഒരു വേക്കൻസി അന്വേഷിച്ച് വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു പോയിട്ട് തിരിച്ചൊരു 2 മണിക്ക് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പോയത് ഒരു 11:30-12 മണിക്കാണ്. അങ്ങനെ ഞാൻ പോയി. പുള്ളിക്കാരൻ വന്നു, ഒരു ബിരിയാണി വെച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ചെയ്തു, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെ എന്താണ്ടോ ഒന്നുകൂടെ ചെയ്യാൻ പറഞ്ഞു, ഫിഷ് മോളി എന്താണ് അതും ചെയ്തു, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി കഴിച്ചു നോക്കി, നാളെ തൊട്ട് കയറാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിൽക്കുമ്പോ തന്നെ ഞാൻ പോയപ്പോ ഉള്ളൊരു ചേഞ്ചസ് ഉണ്ടല്ലോ കറികൾക്ക്, അങ്ങനെ ഒത്തിരി പേര് അവിടെ ഇഷ്ടപ്പെട്ട് വരാൻ തുടങ്ങി. തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രോസറി ഉണ്ട്, ഇന്ത്യൻ ഗ്രോസറി, വലിയ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഇവിടേക്കൊക്കെ സാധനം കയറ്റി അയക്കണവരാ. ഈവൻ ദാബേല് പോലും അവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ ഞാൻ അവിടെയുള്ള ആ ചേട്ടന്റെ അടുത്ത് എല്ലാരും ചെന്ന് പറയാൻ തുടങ്ങി. അപ്പോ എന്റെ ഫുഡ് ഇഷ്ടപ്പെട്ടു. എനിക്ക് അവിടെ വെച്ച് കോൺഫിഡൻസ് കൂടി. ഞാൻ ഇതിനു മുന്നേ വലിയ റെസ്റ്റോറന്റിൽ ജോലി ചെയ്തിട്ടില്ല, പിന്നെ 1-2 സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്, ആ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് തന്നെയാണ് ഇനി എന്റെ മാർഗം, നമുക്ക് നോക്കാം. അവിടെ ഞാൻ 1 വർഷത്തോളം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഞാന് പിന്നെ വേറൊരു ആന്റിയുടെ അങ്കിളിന്റെയും കൂടെ ജോലി ചെയ്തു. ആ സമയത്താണ്
കൊറോണ വന്നത്. കൊറോണ വന്നു. പിന്നെ എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി വന്നത്, എനിക്ക് ധൈര്യമായിട്ട് പേര് പറയാം, തനിമ റെസ്റ്റോറന്റ്. നിങ്ങളൊക്കെ അതെ, ഇപ്പോഴും എന്റെ റെസിപ്പി തന്നെയാണ് അവിടെ ഉള്ളത്. പിന്നെ പുതിയ ഷെഫൊക്കെ വരുമ്പോ ഓട്ടോമാറ്റിക്കലി അവരുടെ ഇതും കുറച്ച് വരുമല്ലോ. എന്നാൽ പോലും ഇപ്പോഴും എന്റെ ഫ്രണ്ട്സ് വരുമ്പോ പറയണത് ചേച്ചിയുടെ സെയിം ഇത് തന്നെയാണ് ഇപ്പോഴും എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഇപ്പൊ വലിയ സദ്യ കേട്ടിട്ടുണ്ട്, വലിയ സദ്യ വലിയ പരിപാടികളൊക്കെ വരുമ്പോ ചേച്ചി അവിടെ പോയി കുക്ക് ചെയ്യാറുണ്ട്. അതിന് കുക്ക് ചെയ്തിട്ടുണ്ട് കുറെ പേർക്ക്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ടി എന്തോരം പേർക്ക് വേണ്ടി കുക്ക് ചെയ്തേക്കണേ? ഞാനൊരു 6,200 എക്സ്പീരിയൻസ് തന്നെ. വീട്ടിലിപ്പോ നമ്മള് കുറച്ച് പേർക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നു, റെസ്റ്റോറന്റിൽ സാധാ നിൽക്കുമ്പോ നമ്മളൊരു കണക്കുണ്ട്, ഒറ്റയടിക്കുള്ള ഒരു 6,000 പേര് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളൊരു പരിപാടി അല്ലത്. ശരിക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾക്ക് വരുന്ന സാധനമല്ലേ അത്? ഇതെല്ലാം നമ്മൾക്കൊരു കോൺഫിഡൻസ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ അള്ള എന്റെ കൂടെ തന്നെ ഉണ്ട്, അതിന് ഒരിക്കലും ചതിക്കില്ല. എന്തറിഞ്ഞൂടെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ ആരുടെയും റെസിപ്പി കണ്ടിട്ടില്ല, അങ്ങനെ ഞാൻ ബുക്ക് വാങ്ങിച്ച് പഠിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സ്വയം കയറി അങ്ങ് ചെയ്യും. ഈവൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം രണ്ടാമത് പോയ റെസ്റ്റോറന്റില്ലേ, ഞാൻ അങ്ങോട്ട് ചെന്ന് ജോലി ഉണ്ടോ എന്ന് ചോദിച്ച കമ്പനി, അവര് പോയപ്പോ എന്നോട് ആദ്യം ചോദിച്ചത് പിന്നെ ഇത് ചെയ്യാൻ അറിയാമോ, അത് ചെയ്യാൻ അറിയാമോ എന്നൊക്കെ ചോദിച്ചു. ആ സാധനങ്ങളൊക്കെ എന്റെ അമ്മയൊക്കെയാണ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യും. ഞാൻ ചെയ്തിട്ടില്ല. ഈവൻ നമ്മുടെ നോയമ്പ് സമയത്തൊക്കെ നമ്മള് ചെറിയ കടികളൊക്കെ ഉണ്ടാക്കുന്ന അല്ലാതെ യൂജൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ആ ഒരു കോൺഫിഡൻസ് ഞാൻ ചെയ്തു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതിനു മുന്നേ ഇങ്ങനെയാണോ ചെയ്തതെന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് അവിടെയാണ് ചെയ്യണത്. എന്നിട്ട് ഞാൻ പിന്നീട് അവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, ഞാൻ ഇവിടെ നിന്നാണ് അങ്ങനെ ചെയ്തു തുടങ്ങിയത്. കാരണം ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് അറിയില്ല അതെങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം ഒന്നും അറിയില്ല. അവര് ചെയ്യാൻ പറഞ്ഞു, ഞാനങ്ങ് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ വേറെ പ്രേക്ഷകർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 6,000 പേർക്ക് അതെങ്ങനെയാന്നൊക്കെ തോന്നലുണ്ടാവും. ഈ 6,000 പേർക്ക് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ 6,000 പേർക്ക് ചെയ്തതെന്ന് വെച്ചാല് ഓണത്തിന്റെ സമയത്ത് കാറ്ററിങ്, അതായത് ടൊറന്റോയെ സംബന്ധിച്ച് വെച്ചാൽ ഒത്തിരി സംഘടനകളുണ്ട്. ഇപ്പോൾ ഒത്തിരി സംഘടന, പ്രത്യേകിച്ച് ഈ തനിമ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും പോപ്പുലറാണ് അവിടെ. എന്ന് വെച്ചാൽ ഓതന്റിക് ആയിട്ടുള്ള കേരള ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ കേരള തനിമയുടെ അർത്ഥം അതിന് ആ തനിമയോട് കൂടിയുള്ള ഫുഡ് കിട്ടുന്നതെന്ന് പറയുന്നത് ഷജിലയുടെ കുക്കിങ്ങിലുള്ള ഒരു ഇതില്ലേ, അത് വെച്ചിട്ട് അവിടെ കാറ്ററിങ്ങിന് എല്ലാവരും ഓർഡർ ചെയ്യും. അപ്പൊ ഈ ഓരോ സംഘടനകളും ഇവിടുത്തെ പോലെ 500-800 പേരല്ല, അവിടെ 1000-ന് മേലുള്ള ആൾക്കാരാണ് ഓരോ ഓണത്തിന്റെ ഫംഗ്ഷനും വരുന്നത്. ഇതെല്ലാം ക്രൗഡീകരിച്ചിട്ട് ഇവര് സദ്യ ഇപ്പൊ നോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനുള്ള ഇതില് ഇവളുടെ നേതൃത്വത്തിൽ ആ സദ്യ കംപ്ലീറ്റ് ഈ 6,000 പേർക്ക് അത്രയും ഇതായിട്ട്, അതുകൂടാതെ അവിടത്തെ ഡൈനിങ്ങും ടേക്ക് ഔട്ടും കൂടെ ഉണ്ട് ആ ദിവസം ഓണത്തിന്റെ അന്ന്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഓണത്തിന്റെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ. അവിടെയാണെങ്കിൽ തിരുവോണത്തിന്റെ അന്ന് തന്നെയാണ് നാട്ടിലുള്ളതുപോലെ ടൊറന്റോ വെച്ചാൽ അത്രയും പോപ്പുലേഷൻ കേരളൈറ്റ്സ് അത്രയും ഉണ്ടല്ലോ ആ ഇതില്. അതുകൂടാതെ ഇവിടെ അതിന്റെ പേരുന്ന നമ്മുടെ നയഗ്രയിലാണെങ്കിലും ലണ്ടനിലാണെങ്കിലും സറൗണ്ടിങ്ങിലുള്ള എല്ലാം ഇതായിട്ടുള്ള സ്മോൾ ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ കംപ്ലീറ്റ് ഈ ഒരു ഇതിനെയാണ് ആശ്രയിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതാണ് അവിടുത്തെ ഒരു ഫുഡിന്റെ ഹബ് എന്നുള്ളത്. അത്രയും കപ്പാസിറ്റിയോടുകൂടി ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഇവർക്കുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാനം അവരുടെ നമ്മുടെ ഓണറാണ്. ആ 2 പേരും എന്ന് പറഞ്ഞാൽ 2 കപ്പിൾസ് ആണ്. ഇപ്പൊ സിജോ ജോസ്മി ആൻഡ് ചിൻഡു അജീഷ്, ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ എന്നോട് അടുപ്പമുണ്ട്. പിന്നെ നമ്മുടെ കൂടെ കിച്ചണിലായാലും അതിനകത്ത് ആ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യണം, എല്ലാരും കൂടെ ചേരുമ്പോഴാണ്. അപ്പൊ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരേ വൈബാണ്. ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് അവര് ഓണേഴ്സ് ആയിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. എന്റെ സഹോദരങ്ങൾ, എനിക്ക് എന്തും അവരുടെ അടുത്ത് പറയാം, അവർക്ക് എന്തും എൻ്റെ അടുത്ത് പറയാം, ചേച്ചി നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സിജോ അല്ലെങ്കിൽ അജീഷ് എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഓക്കെ ആണ്.
അപ്പൊ അങ്ങനെ ഒരു ഫ്രീഡം തരുന്ന നമ്മളൊരു സ്വന്തം ഒരു ഫാമിലി റെസ്റ്റോറന്റിൽ നമ്മുടെ സ്വന്തം അതുകൊണ്ടാണ് ഞാൻ ആ റെസ്റ്റോറന്റിന്റെ പേര് എടുത്തു പറഞ്ഞത്. കാരണം എനിക്കിപ്പോ ധൈര്യമായിട്ട് അവരുടെ പേര് പറയാം. കാരണം എന്നെ ഉദ്ദേശിച്ച് ഒത്തിരി പേര് അവിടെ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ ഷജിലാസ് കിച്ചണിൽ വരുന്നവരൊക്കെ പറയുന്നത് ചേച്ചി തനിമയിൽ പോവാറുണ്ട്, അവിടെ ചേച്ചിയുടെ റെസിപ്പിയാണ് ഇപ്പോഴും ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇപ്പോഴും അവരെന്നെ ഒരിക്കലും സെൻഡ് ഓഫ് തന്ന് വിട്ടിട്ടില്ല. അവർക്ക് എപ്പോഴാണോ ആവശ്യം ഞാൻ അവിടെ ചെല്ലൂന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനിവിടെ റെസ്റ്റോറന്റ് ഇട്ടത് കൊണ്ട് ഞാൻ വരില്ല എന്ന് അവരോടും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എപ്പോ എന്നെ കൊണ്ട് ആവശ്യം വരുന്നോ അപ്പൊ നിങ്ങൾ എന്നെ വിളിക്കണം, ഞാനിവിടെ ഉണ്ട്. മനസ്സിലായി? ഇപ്പോഴും അവരുമായിട്ടൊരു കോണ്ടാക്ട് എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. മറ്റെവിടെ ഞാൻ ജോലി ചെയ്താലും എനിക്ക് അവരെ പോലെ ഉള്ളവരെ കിട്ടില്ല, അത്രയാണ്. അപ്പം അവിടെ നിന്ന് പഠിച്ച കുറെ കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ കിച്ചണിലും ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതാണ് അല്ല, ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ നമ്മള് അവിടെ മുതലാളി തൊഴിലാളി ആ ഒരു ബന്ധം എന്നുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫാമിലി ഓറിയന്റഡ് ആണ്. അതേ ഫീല് തന്നെയാണ് ഇന്ന് നമ്മുടെ ഷജിലാസ് കിച്ചണിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സ്റ്റാഫുകളും സോ ഹാപ്പി. എന്ന് വെച്ചാൽ ആരെയും നമ്മൾ ഈ സ്റ്റാഫായിട്ട് ഉള്ള ഒരു ഇതില്ല, നമ്മൾ മുതലാളിയാണെന്നുള്ള ഒരു തോന്നലോ അങ്ങനെയുള്ളായിരുന്നു. നമ്മളിപ്പോൾ എല്ലാവരെയും സഹോദരങ്ങളായിട്ടാണ് കാണുന്നത്. എല്ലാവരുടെയും മിക്ക ഇത് ചേച്ചി, ഈ ഒരു ഇതാണ്, ആ ഒരു കോൺസെപ്റ്റിലാണ് പോകുന്നത്. ഒരു ഫാമിലിക്കകത്ത് ചേട്ടനും ചേച്ചിയും എന്നുള്ള ഒരു ഇതില്ലേ, ആ ഒരു ഇത് നമ്മൾ ആ കിച്ചണിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് കൊടുക്കുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു വൈബില് അങ്ങ് പോവും. പിള്ളേർക്ക് ജോലി ചെയ്യുന്നതിനുള്ള ഒരു വൈഷമ്യമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഈ മറ്റുള്ള ഈ ബോസന്മാര് ആക്ടപ്പോ ഇതൊന്നും ഇതിൽ വരില്ല. നമുക്ക് എന്ത് വേണേലും പിള്ളേരെ അടുക്കല് പറയാൻ, നമ്മൾ ഒരു വാക്ക് പറയുന്നതിന് കേൾക്കാൻ റെഡി ആയിട്ട് കാതു കൂർത്തിരിക്കുന്ന പിള്ളേരാ. എല്ലാം സിൻസിയറായിട്ട് ജോലി ചെയ്യുന്ന പിള്ളേരുമാണ്. നമ്മളതിൽ വളരെ ഭാഗ്യം ചെയ്തവരാ. ഇങ്ങനെയൊക്കെ സ്റ്റാഫുകളെ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മളെങ്ങനെ അവരോട് അപ്രോച്ച് ചെയ്യുന്നു അതിന്റെ ഇത് റിട്ടേൺ അവർ തരും. അങ്ങോട്ട് കൊടുക്കുന്നതിലേ നിങ്ങൾ കിട്ടുള്ളൂ. കാരണം നിങ്ങൾ വരുമ്പോ തന്നെ നിങ്ങൾ കാണാറില്ല. സംസാരിക്കണ കാണുമ്പോ മനസ്സിലാവും. ഞങ്ങൾ അങ്ങനെയാണ്. അല്ലാതെ ഇപ്പൊ ഞാനായിരുന്നാലും സുബർക്കായിരുന്നാലും ഞാൻ അവിടെ കുക്കിങ്ങിന് നിൽക്കുമ്പോ ഞാൻ അവിടെ ഒരു തൊഴിലാളിയാണ്. ഞാൻ അവരോട് ഒരിക്കലും നമ്മൾ അതിന്റെ ആൾക്കാരാണെന്നുള്ള ഒരു രീതിയല്ല. അത് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വേറൊരാളാവുന്നുള്ളൂ. അതിനകത്ത് അവരും നമ്മളും ഒരേപോലെ. ഇത് ബേസിക് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഈ കമാൻഡിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാറ്റിയിട്ട് റിക്വസ്റ്റിന്റെ ഒരു കോൺസെപ്റ്റിൽ പോയി നോക്കുക. ആരെയും നമുക്ക് നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരാം. എന്ന് വെച്ചാൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. തൊഴിലാളികൾ ഒബിയസ്ലി അവർ തിങ്ക് ചെയ്യും, ഞാനെന്താ ഇത്, ഞാൻ ജോലി ചെയ്തിട്ടല്ലേ പൈസ വാങ്ങിക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റ് അവർക്ക് വരാൻ പാടില്ല. അവർ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവരുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ സിൻസിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും, നമ്മുടെ വർക്ക് സ്മൂത്ത് ആവും. അപ്പൊ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ആ ഒരു ട്രീറ്റ്മെന്റ് അവർക്ക് വേണം, അല്ലേ? നമ്മൾ റെസ്പെക്ട് ചെയ്ത് അവരെ അവരുടേതായിട്ടുള്ള ഇതിനുള്ള ഫ്രീഡം കൊടുത്ത് നമ്മളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോകുന്ന ഒരു ആംബിയൻസ് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സോ ഹാപ്പി. ആ കിച്ചൺ നല്ല രീതിയിൽ നമ്മുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിച്ചതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫുകൾ തന്നെയാണ്. ആ സ്റ്റാഫുകളുടെ ഒരു ഇതെന്ന് പറയുന്ന ആ സഹായം ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഇത്, അത് ടീം വർക്ക് ഇല്ല. നമ്മൾ രണ്ട് മുതലാളിമാരും അവിടെ നിന്ന് കിച്ചണിൽ നീ എങ്ങനെ തലകുത്തി മറിഞ്ഞാലും ശരി ഒന്നും നടക്കില്ല, അല്ലേ? സ്റ്റാഫുകൾ വിചാരിച്ചാലേ നടക്കുള്ളൂ. അതിനൊക്കെ നമ്മൾ ഭാഗ്യം ചെയ്തവരാ. എങ്ങനെ ഈ റെസ്റ്റോറൻറ്റ് നമ്മൾ തുടങ്ങണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലേക്ക് വന്ന്, അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു മോട്ടിവേഷൻ? ഇതിപ്പോ നിങ്ങൾ രണ്ടുപേരും മാത്രമാണോ? ഒരിക്കലല്ല. ഇത് അത് പറഞ്ഞു വരാം. ഫ്രം ദ ബിഗിനിങ് ഇതിനെങ്ങനെ ഒരു തോട്ട് എന്ന് പറഞ്ഞത്, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഷജില ഇപ്പോൾ ടൊറന്റോയിൽ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ നമുക്കൊരു ഒത്തിരി പേര് ചോദിച്ചായിരുന്നു, ഇതേപോലെ നിങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാം, അങ്ങനെ ചെയ്യാം എന്ന് വെച്ചാൽ നമ്മൾ വന്ന ഒരു 2 വർഷം ആകുന്നതിന് മുമ്പുള്ള ഒരു ഇതാണ്.
ഇപ്പം നമ്മളൊന്നും സ്റ്റാൻഡ് ആയിട്ടില്ല. ആസ് എ എംപ്ലോയി നമ്മൾ ജോലി ചെയ്യുന്നു, നമുക്ക് ശമ്പളം കിട്ടുന്നു, നമ്മൾ ഹാപ്പിയാണ്, നമ്മളെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് ഇത് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഫാമിലിയുടെ ഒരു ഇതിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് തരാൻ എടുക്കാനൊക്കെ നമ്മൾ കുക്ക് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ നമ്മളെ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളവരാണല്ലോ, വീട്ടിൽ വന്നാണെങ്കിൽ റെസ്റ്റോറൻറ്റിൽ വന്നാണെങ്കിലും അത് കഴിച്ചിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് തൽക്കാലം അങ്ങനെ ഒരു പ്ലാനേ നമ്മുടെ ഇതിലില്ല. അപ്പോൾ എന്നെങ്കിലും അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അറിയിക്കും. നിങ്ങളെ കൂടാതെ അങ്ങനെ ചെയ്യില്ല എന്ന് നമ്മളന്ന് ഒരു വാക്ക് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അതാണ് ഇന്ന് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഇത് ചെയ്തപ്പോൾ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി നമ്മളായിട്ട് ഇത് ചെയ്തു. നമ്മളൊരു ചെറിയ രീതിയിൽ തുടങ്ങാമെന്നുള്ള ഒരു ഇതാണ് പിക്കിൾസിൻ്റെയും മറ്റുള്ള ഇത് ഒരു ഹബ്ബ്, ബിരിയാണി ഹബ്ബും അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയായിരുന്നു, ഒരു ചെറിയ സ്കെയിലിൽ. ആ ഒരു ഇതിൽ ഇങ്ങനെ പ്ലാൻ ഇങ്ങനെ ഇട്ട് നമ്മൾ അതിനുള്ള സ്ഥലങ്ങൾ നോക്കിക്കൊണ്ട് നടക്കുന്ന സമയത്താണ് മനസ്സിലൊരു ഇത് തോന്നിയത്. ഷജില ഞാനുമായിട്ട് ഒരു ദിവസം രാത്രിയിൽ അങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ പ്ലാനുകളെ കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ഷജില പറഞ്ഞ്, ഇക്ക നമ്മൾ ഈ ആളോട് നമ്മളൊരു വാക്ക് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് അത് നമ്മുടെ ജോജോ അല്ലേ, ജോജോ ഇന്നതുപോലെ ജോജോസ്. അപ്പോൾ ഇന്നതുപോലെ ഞാൻ പറഞ്ഞത് നാളെ ജോജോയോട് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു മര്യാദകേട്. എന്ന് വെച്ചാൽ ജോജോ ഞാനും നല്ല ഫ്രണ്ടാണ്. എന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു വ്യക്തിത്വം നിങ്ങൾക്കും അറിയാവുന്ന ആളാണ്, നല്ല വ്യക്തിത്വത്തിനുടമയാണ്. എന്ന് വെച്ചാൽ ട്രസ്റ്റ് പാർട്ടി. അങ്ങനെ ഒരാൾ നമുക്ക് നമ്മുടെ കൂടെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മൾ ആ ഒരു സൈഡ് നമ്മൾ ചിന്തിച്ച് ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പാർട്ടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുത്ത ദിവസം വിളിച്ച് ചോദിച്ചു. ഇങ്ങനെ ഫോണിൽ ഞാൻ വിളിച്ചിട്ട്, ജോജോ ഇന്ന് എന്താ പരിപാടി? അത് ഇല്ലേക്ക ഞാൻ പറഞ്ഞു, ഇന്ന് നമുക്ക് ഒരു ഉച്ചയ്ക്ക് ഇവിടെ അടുത്തുള്ള കേണിയിലേക്കുള്ള ടിം ഹോട്ടലിലൊന്ന് മീറ്റ് ചെയ്യാവോ? എന്ത് ഞാൻ പറഞ്ഞ ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ട്, നമുക്ക് വന്നിട്ട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, സസ്പെൻസ് പൊളിക്ക്, വരാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഇതേപോലെ ഒരു പ്ലാൻ എനിക്ക് ഷജിലേക്ക് ഉണ്ട്. ഞാനന്ന് ജോജോയുടെ ഒരു ഇത് വാക്ക് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെങ്കിലും നമ്മൾ ഇത് ചെയ്യുന്നെങ്കിൽ ജോജോയെ അറിയിക്കും. ഇപ്പോഴാ താല്പര്യം വല്ല മനസ്സിലുണ്ടോ, അതോ നമ്മൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യട്ടോ എന്ന് ചോദിച്ചു. അയ്യോ ഇല്ലേക്ക്, എന്നെ കൂടാതെ നിങ്ങൾ ചെയ്യാൻ പോവാണ്, ഞാൻ വരാ അത് 11 മണിയാക്കുന്നതിന് ഞാൻ കുറച്ച് നേരത്തെ വരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അല്ല 11 മണിക്ക് തന്നെ വന്നാൽ മതി. അങ്ങനെ വന്ന് അവിടെ ഇരുന്ന് ജസ്റ്റ് ചർച്ച ചെയ്യുന്നു. ചർച്ച ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കുറെ പിക്കിൾ കഴിച്ചാർന്നു അത് തന്നെ. കാരണം ഞാൻ ടൊറാൻഡോയിലായിരുന്നല്ലോ, ഞാൻ എന്നാലും ഇവിടുന്ന് അവിടെ പോയി ജോലി ചെയ്തിട്ട് വരുമായിരുന്നു. അപ്പൊ ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ്. സുബർക്ക ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു, PG-യില്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചെറിയ ചെറിയ പിക്കിളും കാര്യങ്ങളൊക്കെ ഇട്ട് വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ കഴിക്കാൻ കൊടുക്കും. അപ്പൊ അവര് ചോദിക്കും, ചേച്ചിക്ക് ഇത് വിറ്റൂടെ, ഞങ്ങൾ വാങ്ങിച്ചോളാലോ എന്ന് പറഞ്ഞു. അല്ല, നമ്മളങ്ങനെ ഒരു വീട്ടിൽ നമ്മൾ പിക്കിള് ഇട്ട് വിൽക്കാൻ തുടങ്ങി. ഒരു 50 ബോട്ടിലിനകത്തുള്ള ഇത് 2-3 വെറൈറ്റി പിക്കിൾസ് ഇടുന്ന അത് ലിമിറ്റേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ അപ്പാർട്ട്മെന്റിനകത്ത് ചെയ്യുന്ന ബുദ്ധിമുട്ട് അറിയാമല്ലോ. നമുക്ക് ഇത് ഒരു കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യമില്ല, സ്പേസ് ഇല്ല. അപ്പം അങ്ങനെ ഈ 50 എണ്ണം നമ്മൾ 50 ബോട്ടിൽ ഇട്ടിട്ട് ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ നമ്മൾ ആരോടെങ്കിലും ഒരാളോട് പറഞ്ഞാൽ മതി, ഇന്ന് പറഞ്ഞ് നാളെ ഈ 50 ബോട്ടിലും സംഭവം കഴിയുന്നു. അപ്പം ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള, എന്നിട്ട് ഫോൺ കോൾ എന്താ വെച്ചാൽ പിക്കിളുണ്ടോ, ഞാൻ അറിഞ്ഞ ഇക്ക ഇതേപോലെ ഇങ്ങനായിട്ട് നമുക്ക് തരില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഡിമാൻഡ് ഒരു ഇതിലേക്ക് വന്നു. പിന്നെ സ്ഥല സൗകര്യം ഇല്ലാതെ നമ്മളിത് ചെയ്തിട്ട് കാര്യമില്ല. അത്രയും നമുക്ക് ഇതുണ്ട്, അവൾ തന്നെ ഒറ്റയ്ക്ക് കിടന്ന് ചെയ്യണം, എടുക്കണം. അപ്പോൾ ഒരു കമ്പനി ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താലെന്ത്, ലേബലൊക്കെ ചെയ്ത് എന്നൊക്കെയുള്ളതിൽ അങ്ങനെ ആ ഒരു ഇതിലേക്ക് ചിന്തിച്ചു. അങ്ങനെ അതിൽ നിന്നിട്ടാണ് ജോജോയായിട്ട് ചർച്ച ചെയ്തു എടുക്കുന്നു. ഇങ്ങനെ ഇത് ചെയ്തപ്പോൾ ജോജോ സോ ഹാപ്പി, എന്തൊന്നില്ലാത്തൊരു സന്തോഷം ഇതൊക്കെ
പിന്നെ ജോജോ എന്തുകൊണ്ട് നമുക്ക് ഈ പിക്കിളല്ലാതെ നമുക്ക് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൂടെ, അങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്തുകൂടെ? ഏതെങ്കിലും സ്ഥല സൗകര്യം നോക്കി നമ്മൾ അപ്പോഴേ വണ്ടിയിൽ കയറി നമ്മളൊന്ന് ഈ ഏരിയകളൊക്കെ ഒന്ന് കറങ്ങി എടുത്ത് ഒരു സ്ഥലത്തൊക്കെ പോയി ചെന്ന് ഇത് ചെയ്തപ്പോൾ എല്ലാം ഓക്കെ ആയി. അവിടുത്തെ ലാൻഡ് ലോഡിനെ വിളിച്ച് സംസാരിച്ച് എടുത്ത് ഇത് ചെയ്ത് അതിൻ്റെ ആൾ വന്നു എല്ലാം കാണിച്ചു. അപ്പോഴ് അത്രയും ഏരിയ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സും ഇതൊക്കെ പാക്കേജിൻ്റെ പാക്കിങ്ങിനൊക്കെയുള്ള ഇതൊക്കെ വരുമല്ലോ. കുറച്ചും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിക്കിളും ചെയ്യാം, കുറച്ച് ടേക്ക് ഔട്ട് ചെയ്തൂടെ. അങ്ങനെ ആ ഇത് കണ്ട് ഇതായി അതിലേക്ക് പോയി. ഓക്കെ, നമുക്ക് അവിടെ വന്ന് അടുത്ത യൂണിറ്റും കൂടെ കിട്ടിയാൽ 2 യൂണിറ്റും കൂടെ ഒരുമിച്ചാക്കി ഇങ്ങനെ ഇതാക്കാന്നും പറഞ്ഞിട്ട് ഇപ്പം ഇരിക്കുന്ന ഷൈലാസ് കിച്ചനല്ല, വേറെ ഇത് ആ ഒരു ഇത് കഴിഞ്ഞെടുത്തിട്ട് നമ്മളെന്തോ ഇത് ലാൻഡ് ലോഡിന് ചെറിയൊരു ഇതുണ്ട്. അവിടുത്തെ ഇതിന് ബിൽഡിങ്ങിൻ്റെ പെർമിഷൻ പ്രോപ്പറായിട്ട് അവർക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുത്തു. അവർ മറ്റേ റിലേറ്റർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവർക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഇപ്പോൾ പേയ്മെന്റ് ചെക്ക് കൊടുത്തു, നമ്മൾ എഗ്രിമെന്റ് ഒപ്പിട്ടിട്ട് നമ്മൾ ഒരു ചെക്കും കൊടുത്തു അഡ്വാൻസിൻ്റെ ഇതിൽ. പിന്നെ ആ ബിൽഡിങ് കൺസ്ട്രക്ഷൻ ഇരിക്കുന്ന സമയമായിരുന്നു. അത് അവർ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേ വിളിച്ചിട്ട്, 1 മാസം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞ് അത് സോറി, ഒത്തിരി ടൈം എടുക്കും, ഇപ്പോഴും നിങ്ങൾക്ക് അത് നടക്കില്ല, അപ്പോൾ റെഡി ആകുമ്പോൾ നമ്മളോട് പറയാമെന്നു. അപ്പോൾ അയാൾ പറഞ്ഞ് എടുത്ത് ആ സമയം വരെ നമുക്ക് നമ്മൾ ഏതായാലും ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇപ്പോഴും തന്നെ നടക്കണം എന്നുള്ള ഒരു ഇതിലാണ്. പിന്നെ അതിന് നമ്മൾ നാട്ടിൽ പോയിട്ട് തിരികെ വന്ന് ചെയ്യാമെന്നുള്ള ഒരു പ്ലാനാണ്. പിന്നെ നാട്ടിൽ പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ 7.5 വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നാട്ടിൽ പോകാൻ നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും നാട്ടിൽ ഒരുമിച്ച് പോയിട്ടുള്ള ഇത് ഒത്തിരി നാളായി. അപ്പം അവള് വളരെ ആഗ്രഹിച്ചിരുന്നത് ഒത്തിരി നാളായിട്ട് ഇങ്ങനെ ഒരുമിച്ച് നാട്ടിൽ പോയിട്ടുള്ള കാലമായല്ലോ. അപ്പൊ എന്നെയും കൊണ്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരുമിച്ച് നമ്മൾ നാട്ടിൽ പോകുമായിരുന്നു. അല്ല, അത് മാത്രല്ല, നമ്മളിപ്പോ റെസ്റ്റോറന്റ് തുടങ്ങി കഴിഞ്ഞാല് 2 പേർക്ക് ഒന്നിച്ച് പോകാൻ പറ്റില്ല. അപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും ഒന്നിച്ച് പോയിട്ട് തിരിച്ചു വരാം. അപ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ റെസ്റ്റോറന്റിലേക്കുള്ള സാധനങ്ങൾ നോക്കണം. അപ്പൊ ഒന്നിച്ചു പോകാന്നും പറഞ്ഞ് ഞങ്ങൾ ടിക്കറ്റും ബുക്ക് ചെയ്ത് എല്ലാം റെഡിയായി. അങ്ങനെ ഇത് അടുത്ത ദിവസം രാവിലെ നമുക്ക് ഫ്ലൈറ്റ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ജോജോയ്ക്ക് ആ ഒരു റിലേറ്റഡ് ഗ്രൂപ്പ് അങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരു ഇതിൽ വന്നപ്പോൾ ഭയങ്കര ഫീലിങ്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പോയി അറ്റ് എനി കോസ്റ്റ്. ഈ സ്ഥലം അല്ലെങ്കിൽ അടുത്ത സ്ഥലം നമുക്ക് കണ്ടുപിടിച്ച് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു വാശി. പുള്ളി നമ്മളില്ലാതെ തന്നെ സ്ഥലം അന്വേഷിച്ച് കറക്കമായിരുന്നു. ലീവ് എടുത്തു. പുള്ളി ജോലി ചെയ്യുന്നതായിരുന്നു. ലീവ് എടുത്തിട്ട് വണ്ടിയും കൊണ്ട് ഇങ്ങനെ കറങ്ങിയെടുത്ത് ഇപ്പോഴും ഷജിലാസ് കിച്ചൺ നടക്കുന്ന അത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് ആയിരുന്നു. അവിടെ ആ ബോർഡ് കണ്ടിട്ട് അവിടുത്തെ ഏജന്റിനെ വിളിച്ചു. പുള്ളി ഭയങ്കര സഹകരണം, പെട്ടെന്ന് വരാൻ പറഞ്ഞ് പുള്ളി അവിടെ വന്നു, സ്ഥലമൊക്കെ കാണിച്ചു എടുത്ത്. എന്നിട്ട് നമ്മളെ ഫോൺ ചെയ്തു, ചേച്ചി കൂടെ ഉണ്ടാവും, ചേച്ചിയും വിളിച്ചോണ്ട് ഒന്ന് വരാമോ നമുക്ക്, എന്ന് വെച്ചാൽ അടുത്ത ദിവസം പോവല്ലേ, അപ്പൊ ഇത് കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഓക്കെ ആക്കാമല്ലോ. അത് ചെന്ന് കണ്ടതും നല്ല പ്രൈം ലൊക്കേഷൻ. ഇന്ന് ഷജിലാസ് എന്നുവെച്ചാല് നല്ല റെസിഡൻഷ്യൽ ഏരിയയുടെ ഇതിനകത്തിരിക്കുന്ന ഷജിലാസ് കിച്ചൺ അറിയാം, നമ്മുടെ ബ്രോഡ് സ്ട്രീറ്റ്, ബ്രോഡ് പ്ലാസയില്, ബ്രോഡ് പ്ലാസ. അപ്പൊ അതില് നമ്മള് കേറി ഇതായി. എന്നിട്ട് അപ്പോഴേ തന്നെ നമ്മള് ബാക്കിയുള്ള പേപ്പർ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോണതിന് മുമ്പേ നമ്മൾ പേപ്പർ പുള്ളിയുടെ റെയിൽവേ ഓഫീസും മേളിൽ തന്നെ ലാൻഡ് ലോഡും അന്നുണ്ടായിരുന്നു. പുള്ളി ഇത് നമ്മൾ ഒരു 1/2 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചെടുത്ത് ഇതായി. നമ്മളെ പാർട്ടിലുള്ള പേപ്പറൊക്കെ ഒപ്പിട്ടിട്ട് നമ്മൾ നാട്ടിൽ പോകുന്നു. ബാക്കിയുള്ള ഇതായി. ഏതായാലും 2 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു നമ്മൾ 1.5 മാസം അല്ലേ, 1.5 മാസം എന്നോളൂ. എന്നുവെച്ചാൽ ഇതില് പ്രഷറായി, ഇത്രയും പെട്ടെന്ന് വന്ന് പണി തുടങ്ങണേ. അപ്പോൾ തിരികെ വന്നു. ഞാൻ തന്നെ ഡ്രോയിങ് ഉണ്ടാക്കി കിച്ചൺ എങ്ങനെ വേണം
അത് ജസ്റ്റ് നമ്മളൊരു അല്ല ഓൾറെഡി നമ്മൾ മറ്റേ ഷോപ്പിലേക്ക് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡ്രോയിങ് ഞാൻ തന്നെ ഉണ്ടാക്കി. ഇവളോട് ഞാൻ ചോദിച്ചു എന്തൊക്കെ നിനക്ക് വേണം, ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞുള്ള ഇത് ചെയ്തിട്ട് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് അക്കോർഡിംഗ്ലി നമ്മുടെ ഡിസൈനാണ്. നമ്മൾ ആർക്കിടെക്ട് കണ്ടിട്ട് അന്തം വിട്ടുപോയി. ഇത് ഞാൻ അവർക്ക് വേറെ ഒന്നും ജോലി ഒന്നും ഉണ്ടായില്ല. എന്ന് വെച്ചാൽ ഇതിൽ വന്നിട്ട് മറ്റേ ഈ കണക്കനുസരിച്ചിട്ടുള്ള ഇതുണ്ടല്ലോ, ആ മെഷറിങ് ഇത് മാത്രം ഇതിലേക്ക് കാണിച്ചാൽ മതി. ബാക്കിയുള്ളത് എൻ്റെ ഡ്രോയിങ്ങിൻ്റെ പ്ലാൻ വെച്ചിട്ടാണ് അത് ചെയ്തത്. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്ന് വെറും ഓപ്പൺ ഏരിയ കിടന്നു. അതിന് നമ്മുടെ ഒരു കൺസ്ട്രക്ടർ റിബിൻ എന്ന് പറഞ്ഞിട്ട് അറിയാമല്ലോ, റിബിനാണ് കോൺട്രാക്ടർ. പുള്ളി നമുക്ക് അത്രയും ഇതായിട്ട് ചെയ്തു. നമ്മൾ പല റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തപ്പോഴും അയ്യോ നമുക്ക് ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, കുറച്ചുകൂടി ജോലി ചെയ്യാൻ എളുപ്പമായിരുന്നു എന്ന് ഇങ്ങനെ. ഞാനാണെങ്കിൽ ഒത്തിരി റെസ്റ്റോറൻറ്റിൽ ജോലിയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നെല്ലാം ജോലി ചെയ്തപ്പോ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് ഇത് ഇവിടെ വന്നാൽ ഇങ്ങനെയാണ്, ഇതിങ്ങനെ വരണം എന്നുള്ളത്. ഞാൻ സുബർക്കായും കൂടെ ഇരുന്നിട്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് പറഞ്ഞു കൊടുക്കുന്നത് സുബർക്ക വരയ്ക്കും, പിന്നെ സുബർക്ക ഇങ്ങോട്ട് പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞാണ് ഇന്നത്തെ ഈ കിച്ചൺ ആയത്. വേറൊരു കാര്യം, തുടങ്ങിയത് പിക്കിളിൽ നിന്നാണ്. ചിരിക്കരുത്, എന്താണെന്നറിയോ, അവിടെ നിന്നിട്ട് പിക്കിൾ എന്നുള്ളത് നമുക്ക് ഈ റെസ്റ്റോറൻ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ടേക്ക് ഔട്ട് ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എന്ന് വെച്ചാൽ അത് കുഞ്ഞൊരു 2000 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. ആ ഇതിൽ കിച്ചണാണ് നമ്മുടെ ഡൈനിങ് ഏരിയക്കാളും വലുതായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇതിനകത്ത് നിന്ന് ചെയ്യാവുന്ന ഒരു ഇത് നോക്കിയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ പിക്കിളിൻ്റെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു ഇതിലേക്ക് മാറി. അതങ്ങനെ മാറി. സംഭവമൊക്കെ ഒരു 6 മാസം കൊണ്ട് കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് എടുത്ത് ഇത് കഴിഞ്ഞ് കട ഇനാഗ്രേഷനായി. താങ്ക് ഗോഡ്. തുടങ്ങിയ അന്ന് മുതൽ ഒരു മിനിറ്റ് വെച്ചാൽ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എന്ന് വെച്ചാൽ അതിന് നമ്മുടെ ഹാലിഫാക്സിലുള്ള എല്ലാ നമ്മുടെ കസ്റ്റമേഴ്സിനോട് നമ്മൾ കടപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരാൾ നമ്മുടെ നടയിൽ വന്ന് നമ്മുടെ ഫുഡ് രുചിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ വീണ്ടും വരും. ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. ഇത്രയും എസ്റ്റാബ്ലിഷ്ഡായി. ഒന്ന് ആലോചിച്ച് നോക്ക്, അന്ന് ഈ കടയിൽ കയറുന്ന സമയത്ത് ഷജില ഒരു വാക്ക് പറഞ്ഞു, ഒരു ദൈവവിളി പോലെയാണ്. എന്താ പറഞ്ഞേ? അല്ല, അന്ന് നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ അത് പറയാനാണ് ഞാൻ 1 മിനിറ്റ് പറഞ്ഞത്. കാരണം നമ്മൾ ആ കിച്ചൺ ചെയ്തപ്പോൾ നമുക്ക് ഡൈനിങ് ഏരിയ വളരെ ചെറുതാണ്. പക്ഷെ എൻ്റെ മൈൻഡിൽ അന്ന് പോയ എന്തെന്ന് വെച്ചാൽ നമുക്കൊരു വലിയ കിച്ചൺ വേണം. നമ്മളിനി എവിടെ പോയി ബ്രാഞ്ച് ഇട്ടാലും നമ്മുടെ മെയിൻ കിച്ചൺ ഇതായിരിക്കണം. നമുക്ക് ഇനി എപ്പോഴും ഒരു കിച്ചൺ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ഡൈനിങ് ഏരിയ നമുക്ക് എവിടെ വേണോ ചെയ്യാം. ഇത് നമ്മളുടെ വലിയ കിച്ചൺ. അപ്പൊ ഞാൻ അന്ന് അങ്ങനെ ചിന്തിച്ചിട്ട് ഞങ്ങൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ജോജോയും ഞാനും സുബർക്കായും ലാൻഡ് ഓർഡറും കൂടി നിൽക്കുമ്പോൾ ഞാൻ പറയാണ് വിത്തിൻ 3 months ഞങ്ങളുടെ കയ്യിൽ ഇതിരിക്കുമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത യൂണിറ്റ് അവിടെ ഒരു ഷോപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോപ്പാണ്. അവിടെ നേരത്തെ അവർ ഇതൊക്കെ ചെയ്ത് അവിടെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് ഓൾമോസ്റ്റ് റെഡി ആയി ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു നാവിൽ ഗുളികയിരിക്കണമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല, അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ഒന്നും വേണ്ട. ഇപ്പോൾ നമ്മൾ റൺ ചെയ്ത് 1 വർഷം ആകുന്നതിന് മുമ്പ് അതൊരു വാശി പോലെ ആയിപ്പോയി. 4 മാസം കഴിഞ്ഞപ്പോൾ പുള്ളി വൈൻഡപ്പ് ചെയ്യാൻ ഉള്ള ഒരു ഇത് ശ്രുതി അറിഞ്ഞു. അപ്പോഴും നമ്മൾ നേരിട്ട് പുള്ളിയോട് ചോദിച്ചു. അപ്പോൾ പുള്ളി നമ്മൾ തമ്മിൽ വളരെ അറ്റാച്ച്മെൻറ്റ്, എന്ന് വെച്ചാൽ നൈബർഹുഡ്, തൊട്ടടുത്ത കടയും ഇതുമാണ്. അപ്പോൾ നമ്മളായിട്ട് നല്ല ഒരു ഇതുണ്ട്, അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ് നിങ്ങൾക്കല്ലാതെ ഞാൻ വേറെ ആർക്കും ഞാനിത് കൊടുക്കില്ല, നിങ്ങൾ എപ്പോഴാണ് വേണ്ടതെന്ന് പറയാം. പിന്നെ ആ സമയം മുതൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലായി. ഇത് കഴിഞ്ഞ് 1 വർഷം ആകുന്നതിന് മുമ്പ് കഴിഞ്ഞ മെയ് 9-ാം തീയതിയാണ് നമ്മൾ ഫസ്റ്റ് ഷജില കിച്ചൺ ഇത് ചെയ്തത്. ഇപ്പോൾ വീണ്ടും ഒരു 2200 സ്ക്വയർ ഫീറ്റും കൂടെ ആഡപ്പ് ചെയ്തിട്ട് 60 സീറ്റ് എക്സ്ട്രാ ആക്കി. നേരത്തെ 30 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെ ഈ 60 സീറ്റും കൂടെ എക്സ്ട്രാ ആക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ മെയ് 9 തുടങ്ങിയ മറ്റേ പഴയ റെസ്റ്റോറൻറ്റിൻ്റെ ആ ഭാഗവും
ഇപ്പോഴത്തെ ഇത് ഈ ഈസ്റ്റർ കഴിഞ്ഞ ഈസ്റ്റർ ഏപ്രിലായിരുന്നു, മെയ് വരെ എത്തിയില്ല. ഈസ്റ്ററിന് നമ്മൾ പുതിയ ഇതിലേക്ക് നല്ലൊരു ഗ്രാൻഡ് ബുഫയോട് കൂടി നമ്മൾ അത് നമ്മുടെ കയ്യിലായി അത്. അതെന്തായാലും അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ് അതും. ഒരു വർഷം കൊണ്ട് ഇത് കൺവേർട്ട് ചെയ്തപ്പോ ചെറിയൊരു സിറ്റിങ്ങിന്ന് വേറൊരു എക്സ്ട്രാ ഒരു 60 സീറ്റിംഗ് കൂടെ, അത് വലിയൊരു അച്ചീവ്മെന്റ്. അത് എല്ലാ ദൈവത്തിനും അനുഗ്രഹം എപ്പോഴും അതേപോലെ ഉണ്ടാവട്ടെ അല്ലേ. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് എനിക്കറിയാം, ഞാൻ എപ്പോഴും നമ്മള് പറഞ്ഞല്ലോ ഷജിലാസ് കിച്ചന്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ച ഒരാളുടെ പടം, ചേച്ചിയുടെ പടം, അതിലെ ഒരു കാരണം കാണുമല്ലോ എപ്പോഴും. എന്തുകൊണ്ടാണ് ഷജിലാസ് കിച്ചൻ എന്ന് പറഞ്ഞൊരു പേരിടാൻ കാരണം? ഷജിലാസ് കിച്ചൺ എന്നുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവള് ഈ റീൽസ് വീട്ടിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കും. വീഡിയോ എടുത്തിട്ട് ഇവള് വീട്ടിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് ഉണ്ടാക്കുന്ന ഫുഡും നമ്മുടെ ബന്ധുക്കളൊക്കെ വരുന്ന സമയത്ത്, നിങ്ങൾ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കുന്നതെല്ലാം ഇവള് വീഡിയോ എടുക്കും. വീഡിയോ എടുത്തിട്ട് ഇവള് മറ്റേ സോഷ്യൽ മീഡിയയിൽ ഷജിലാസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു നമ്മളിപ്പോ റീൽ ഇടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പേര്, ഒരു ക്യാപ്ഷൻ കൊടുക്കുന്ന പോലത്തെ ഇതില് ഷജിലാസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതില് ചെയ്യുമായിരുന്നു. ഇതിനേക്കാളും ഉപരി എന്ന് പറയുന്നത് നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ദുബായിൽ വെച്ചിട്ടാ നമ്മളൊരു വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഇതേപോലെ യൂട്യൂബ് ഇത്രയും ഒരു ഇതായിട്ടൊന്നും ഇല്ല. യൂട്യൂബില് ഇതെടുക്കുന്നതും വീഡിയോ ഇടുന്നതും ഒന്നും അന്ന് അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. ആദ്യമായിട്ട് ആ സമയത്ത് നമ്മളൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, രജിസ്റ്റർ ചെയ്തായിരുന്നു ഷജിലാസ് കിച്ചൺ എന്നും പറഞ്ഞുള്ള ആ ഒരു പേരില്. പിന്നെ അത് ഫങ്ഷൻ ചെയ്ത് എടുത്ത് ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ സൈലന്റ് ആയിട്ട് കിടക്കുമായിരുന്നു അത്. പിന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ എന്തുകൊണ്ട് ഈ പേര് ഒരു ഡിഫറെന്റ് നൈം, നമ്മളിപ്പോ ഏതെങ്കിലുമൊക്കെ ഉള്ള ഒരു പേരിട്ടിട്ട് ഇതാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ അധ്വാനത്തിന്റെ ഒരു ഇത്. അപ്പൊ ആ പേരിൽ തന്നെ ആ ഇത് ബോണ്ട് ചെയ്ത് തന്നെ പോകണം എന്നുള്ള ഒരു ഇതില് അതെ ആ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്ത് എല്ലാം ജോജോയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇത് എന്തുകൊണ്ട് ഈ പേരുകളുടെ ഇത് ഏതായാലും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതായി, എന്തുകൊണ്ട് ഇനി അടുത്ത പേരിലേക്ക് നമുക്ക് പോകും. ഇങ്ങനെ പല സജഷൻസും വന്ന് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് ഇതായിട്ടുള്ള ഒരു പേര് വേണോ, കാനഡയിലല്ലേ. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഷജില ഒരു അഭിപ്രായം പറഞ്ഞ് ഞാനൊരു അഭിപ്രായം പറയട്ടെ, എന്തുകൊണ്ട് നമ്മുടെ ഷജിലാസ് കിച്ചൺ എന്നും പറഞ്ഞൊരു ഡിഫറെന്റ് നൈം, ഒരു ഇത് പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു അട്രാക്ഷൻ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇത്. പിന്നെ പേര് അപ്പോഴും തന്നെ ജോജോ പറഞ്ഞു, ചേച്ചി അതാണ് ഗുഡ് ഐഡിയ, ഗ്രേറ്റ് ഐഡിയ, അത് നമുക്ക് നന്നായിട്ട് ആരും ചെയ്യാത്ത ഒരു ഡിഫറെന്റ് ഇതല്ലേ എന്നുള്ള ഒരു ഇതിലേക്ക് ആയി. അത് കുറച്ചുകൂടി പേഴ്സണൽ ആയിട്ട് തോന്നും. വേറൊരു കാര്യം എന്ന് പറയുന്നത് വളയിട്ട കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത് പ്രത്യേക ഒരു ഇതാണ് അല്ലേ. ഒരു വീട്ടിലെ അമ്മയുടെ ഒരു വാത്സല്യം, ഫുഡ് നമുക്ക് തരുന്ന ആ ഒരു ഇതില്ലേ, ആ ഒരു റിലേറ്റ് ചെയ്തൊക്കെ പോകും നമ്മൾ ആ ഒരു ഇതിൽ നോക്കുന്നെങ്കിൽ അല്ലേ. അപ്പോൾ ഷജിലാസ് കിച്ചൺ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഷജിലാസ് കിച്ചൺ എന്ന് പറഞ്ഞ പേരിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇത് ആര് എന്ത് ഏതെന്നുള്ള അറിയാം. അപ്പോൾ നമുക്ക് ലോഗോ ഷജിലയുടെ ഇത് വെച്ചിട്ട് ഒരു ലോഗോ ഉണ്ടാക്കിയാലെന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോട്ടോ എടുത്ത് ഇത് ചെയ്തിട്ട് മറ്റേ കാലിക്കേച്ചർ ചെയ്ത് ആ ഒരു ഇത് വെച്ചിട്ട് ലോഗോയും സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇത് ചെയ്ത് എന്ന് വെച്ചാൽ എല്ലാം ദൈവത്തിന്റെ കൃപയാന്ന് വെച്ചാൽ ഇതെല്ലാം കോയിൻസിഡൻസ് ആയിട്ട് നമുക്ക് ചേരുന്നതാണ്. എന്നുവെച്ചാൽ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് വരാനുള്ളത്. അത് വഴി തന്നെയല്ലോ, അത് പ്രാവർത്തികമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഇവിടെ ഈ നോവസ്കോഷ്യയിൽ ഏറ്റവും ഇതായിട്ടുള്ള പോപ്പുലറായിട്ടുള്ള ഒരു ഇതാണ്. മുമ്പേ ഹാലിഫാക്സിൽ ഇക്ക എന്നുള്ള ഒറ്റ ഒരു ഇക്കയേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഇക്ക എന്നുള്ള ഇപ്പോഴും ഷജിലാസ് കിച്ചന്റെ ഇക്ക എന്നുള്ളത്. ഇപ്പൊ ഷജില ഇപ്പോ അറ്റ്ലാന്റിക്കിലും അറ്റ്ലാന്റിക്കിലും ഒണ്ടാറിയയിലും പോപ്പുലറാണ് ഷജില ഇപ്പൊ ഒരു ഹാലിഫാക്സിൽ എന്ന് പറയുമ്പോ നമ്മള് ഒരു കേരള റെസ്റ്റോറന്റ് അടിക്കുമ്പോ ഷജിലാസ് കിച്ചൺ ആളെ കയറി എല്ലാവർക്കും അവിടെ നോക്കുമ്പോഴും ഒന്ന് കഴിച്ചിട്ട് ഇപ്പൊ നമ്മുടെ കൂട്ടുകാരായാലും ഇപ്പൊ സിഡ്നിന്ന് വരുമ്പോഴായാലും മോങ്ടണിന്ന് വരുമ്പോഴായാലും
വന്നു കഴിയുമ്പോൾ അവർ വന്നാണോ ഞാൻ അവിടെ ഫുഡ് കഴിച്ചിട്ടാണ് പോയെന്ന് പറയും. അത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. കാരണം നമ്മൾ ഇത്രയും നാളായിട്ട് അറിയാവുന്നവരെ കടയിൽ നിന്ന് വന്നതല്ല, അവരുടെ ഫുഡ് കഴിക്കാനുള്ള ഒരു ഇത് അവർക്ക് കിട്ടിയല്ലോ. അപ്പൊ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു കാര്യം. നിങ്ങൾ ഇപ്പോഴും കൊടുക്കുന്നത് ഇപ്പോ ഒരു സ്നേഹത്തോടെ കൊടുക്കുന്ന ഫുഡിന്റെ ഉണ്ടല്ലോ, അതിന്റെ ഒരു ഭയങ്കര വ്യത്യാസമാണ്. അതെ, ഭയങ്കര വ്യത്യാസം. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം നമ്മളിപ്പോ നോക്കുമ്പോ ഒത്തിരി ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ട്, പക്ഷെ നമ്മുടെ മലയാളിക്ക് എന്തുണ്ട്, അതാണ് നമ്മൾ ചിന്തിച്ചത്. ഈ റെസ്റ്റോറന്റ് നമ്മൾ തുടങ്ങാനുള്ള ഒരു കോൺസെപ്റ്റ് വേറെ ഒന്നുമല്ല, സിമ്പിൾ എന്ന് വെച്ചാൽ ഞാനും ഷജിലായും ഇവിടെ ഈ അവധി ദിവസങ്ങളിൽ ഒന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. എന്നും ഹോംലി ഫുഡ് വേണ്ടല്ലോ, നമുക്ക് പുറത്തൊരു ചേഞ്ച്, വീട്ടിൽ കുക്ക് ചെയ്യേണ്ട, നമുക്കൊന്ന് പുറത്തുനിന്ന് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു 11-12 റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന എല്ലാ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലും ഈ നോർത്ത് ഇന്ത്യൻ ടച്ചോട് കൂടിയുള്ള ആ ഒരു ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് മനസ്സിന് ഒരു ആഗ്രഹമുള്ള ഫുഡ് നാട്ടിൽ പഴയ നൊസ്റ്റാൾജിക് ഫീല് വെച്ചിട്ട് ഇന്ന ഒരു ഫുഡ് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ചെന്ന് കയറുന്നത്. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആവും. എന്നിട്ട് പറഞ്ഞ് അത് കിട്ടാനൊരു വശമില്ലല്ലേക്ക്, ഇവിടെ ആർക്കെങ്കിലും അതങ്ങനെ ഒന്ന് തുടങ്ങിയിരുന്നെങ്കിൽ എങ്ങനെ എന്നുള്ള ഒരു ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഡി എന്തുകൊണ്ട് നമുക്ക്, ഞാനും അവളും ഷെഫന്മാരാണ്, അപ്പൊ എന്തുകൊണ്ട് നമുക്കിത് തുടങ്ങിക്കൂടാ? ഈ ഒരു തോട്ടിൽ നിന്നിട്ടാണ് ഇന്ന് നമ്മുടെ ഈ ഷജിലാസ് കിച്ചൻസ് ഇതുവരെ ആയത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്ന് ഈ അറ്റ്ലാന്റിക് കാനഡയിൽ കിട്ടുന്ന നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ്, ഏറ്റവും നല്ല ബിരിയാണി എന്ന് വെച്ചാൽ നമ്മുടെ അവിടെ 7 വെറൈറ്റി ഓഫ് ബിരിയാണീസ് ഉണ്ട്. ഇന്നും ടോപ്പിൽ നിൽക്കുന്ന ബിരിയാണിയുടെ ഹബ് എന്ന് പറയുന്നത് ഷൈലാസ് കിച്ചൻ തന്നെയാണ്. അതുകൂടാതെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്, അറിയോ? അറ്റ്ലാന്റിക് കാനഡയിൽ, അതായത് മൗണ്ടൻ ന്യൂ ബ്രൻസ്വിക്ക് മുതൽ PA ആണെങ്കിലും വാലി ആണെങ്കിലും ലൂണംബർഗ് ആണെങ്കിലും എല്ലായിടത്തും നോക്കി ഇത് ചെയ്താലും കേപ്പ് ബ്രിട്ടൻ ആണെങ്കിലും ശരി, ലൈവ് പൊറോട്ട കൊടുക്കുന്ന ഒറ്റ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് നമ്മളേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ പൊറോട്ട അടിച്ച് അത് നമ്മുടെ കസ്റ്റമറിന് കൊടുക്കണം. അത് ഓതന്റിക് രീതിയിൽ തന്നെയാണ്, നമ്മുടെ ഓതന്റിക് രീതിയിലുള്ള പൊറോട്ട തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ മറ്റേ കൊമേഴ്ഷ്യൽ ഇതല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ പാല്, മുട്ട, പഞ്ചസാര ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ നാടൻ പൊറോട്ടയല്ല, അതിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ചെറിയ ലാഭം കരുതല്ല, ആൾക്കാർ കഴിക്കുന്നത് തൃപ്തിയോടെ സന്തോഷത്തോടെ നല്ല ഭക്ഷണം കഴിക്കും. നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് തന്നെയാണ് എല്ലാവരും കഴിക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ പോയി എന്നും കുക്ക് ചെയ്യുന്നവരല്ല, ഞങ്ങളുടെ വീട് ഞങ്ങളുടെ റെസ്റ്റോറന്റ് ആണ്. അവിടെ എന്താണോ ഞങ്ങൾ ഉണ്ടാക്കുന്നത് അത് നമ്മളും കഴിക്കുന്നു. അതേപോലെയാണ് ഞങ്ങളുടെ ഗസ്റ്റുകൾ, നമ്മൾ ഗസ്റ്റ് എന്താണ് പറഞ്ഞത്, നമ്മുടെ ഗസ്റ്റുകൾ വന്ന് കഴിക്കുന്നത്. പിന്നെ വേറൊരു ചരിത്രമുണ്ട്. 11 വർഷം മുമ്പ് ആദ്യമായിട്ട് ഇവിടെ 10 വർഷം കഴിഞ്ഞ ഓൾമോസ്റ്റ് 11ലേക്ക് എത്തുകയാണ്. ആദ്യമായിട്ട് ലൈവ് പൊറോട്ട കൊടുക്കുന്ന വ്യക്തി ഞാനാണ്. അന്നൊന്നും ഇവിടെ ഈ ഫ്രോസൺ പൊറോട്ടയൊന്നും കേരള പൊറോട്ട ഇറങ്ങിയിട്ടേ ഇല്ല. ഈ ഫ്രോസൺ പൊറോട്ടയൊക്കെ ഈ 2-3 വർഷത്തിനകത്താണ് വന്നു തുടങ്ങിയത്. ഇവിടെ പൊറോട്ട എന്ന് പറയുന്ന സാധനമേ ഇല്ല. ആ സമയത്ത് ഇവിടെ ആകെ 500 ഇന്ത്യൻ ഫാമിലീസ്, മലയാളി ഫാമിലികൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഈ പൊറോട്ട എന്ന് പറയുന്നത് അവർക്ക് നാട്ടിൽ നിന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മറ്റേ നോർത്ത് ഇന്ത്യൻ പൊറോട്ട, അത് മറ്റേ വെറും ഫ്ലാറ്റ് ആയിട്ടുള്ള ചപ്പാത്തി പോലത്തെ ഇത് ഫ്രോസൺ മൈദ മാവുന്നേ ഉള്ളൂ, അത്ര ഒരു ഇതിലായിരുന്നു. ഇത് ഞാൻ ചേച്ചിയുടെ റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്നില്ലേ, അവിടെ ആദ്യമായിട്ട് കൊടുത്തു. അന്ന് എന്തുമാത്രം ഡിമാൻഡായിരുന്നു. പിന്നെ അതിനായിട്ട് ഒരാൾ നിൽക്കേണ്ടി വരും, അറിയാലോ പൊറോട്ട. പക്ഷെ എന്നാലും വരുന്ന കസ്റ്റമേഴ്സിനെ ഡിസപ്പോയിന്റഡ് ആക്കാതെ മാക്സിമം ചെയ്യാനുള്ള ചെയ്ത് അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമുണ്ട് ഇവിടെ കേരളത്തിൽ. ഇവിടെ ആദ്യമായിട്ട് കാനഡയിൽ ആദ്യമായിട്ട് അറ്റ്ലാന്റിക് കാനഡയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു
ഒരു ചാരിതാർത്ഥ്യം. എനിക്ക് അഹങ്കാരമൊന്നും ഇല്ല, അത് പറയാം. ഒരു അതെ, അത് വലിയ നമ്മൾ ചെയ്ത കാര്യം നമ്മൾ പറയണം. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആളറിയില്ല. അതിലിപ്പോ നമ്മളിപ്പോ വേറെ ഒന്നും കാണേണ്ട ആവശ്യമൊന്നും. അല്ല, ഇനിയിപ്പോ കേൾക്കുന്നവര് പറയും ഇത് എന്ത് തള്ളാടാ നമ്മളുടെ സന്തോഷമല്ലേ, നമ്മുടെ സന്തോഷം നമ്മളത് പുറത്ത് കാണിക്കണം. അറിയണം. എന്ന് വെച്ചാൽ ആരും ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോ അതിന്റെ ഒരു അഭിമാനം കൊണ്ടേ പറ്റും. നാട്ടിൽ നിന്നുള്ളവർക്ക് വലിയ കാര്യമായിട്ട് തോന്നില്ല. അത് പൊറോട്ട ഉണ്ടാക്കണം വലിയ കാര്യം അല്ല. ഇവിടെ നമ്മള് പുറം രാജ്യത്ത് താമസിക്കുമ്പോ ഇത് ഇപ്പോഴാണ് വ്യത്യാസം നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പോലെ ഇവിടെ നിൽക്കാം. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ 10 വർഷം മുമ്പ് നമ്മളൊരു ടൈമിലാണല്ലോ വന്നത് ഈ സൈഡിലേക്ക്. വരുമ്പോ ഇങ്ങനെയല്ല, ഇത് ഹാലിഫാക്സ് അല്ല, എയർപോർട്ടൊക്കെ പറഞ്ഞ പോലെ ഒന്നുമില്ല. നമ്മൾ വന്ന് എങ്ങനെ ഇറങ്ങി പോകുന്നുള്ള പരിപാടിയിലേക്ക്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ റെസ്റ്റോറന്റിൽ വന്ന് കഴിച്ചിട്ട് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് വന്നിട്ട് വേറെ ബ്രാഞ്ചസ് തുടങ്ങുമോ, ഇന്ന സ്ഥലത്ത് തുടങ്ങുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഇപ്പൊ ഒരു ബ്രാഞ്ച് തുടങ്ങാനൊന്നും പ്ലാനില്ല. ഇത് തന്നെയാണ് നമുക്ക്. ഇതിന് നമുക്ക് എത്രത്തോളം നന്നാക്കി കൊടുക്കാൻ പറ്റും. അത് പിന്നെ ചിലർ വന്ന് ചോദിക്കുന്നുണ്ട്, ഫ്രാഞ്ചൈസി തരൂ, ഞങ്ങൾ നോക്കി നടത്താം, നിങ്ങൾ വല്ലപ്പോഴും വന്നാ മതി. നമ്മൾ അങ്ങനെയും കൊടുക്കില്ല. കാരണം നമുക്ക് ഇവിടെ ഞങ്ങൾ രണ്ടുപേരുണ്ട് കിച്ചണില്, ഞങ്ങളുടെ കൈകളിലൂടെ പോയാൽ മതി. നമ്മൾ അവിടെ ഉണ്ടല്ലോ, അല്ലാതെ നമ്മൾ വേറൊരാളെ ഏൽപ്പിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ കുഞ്ഞാണ്. ഇപ്പൊ നമ്മള് ഒരു കുഞ്ഞിനെ നമ്മൾ ആർക്കെങ്കിലും വളർത്താൻ കൊടുക്കും? ഇല്ല. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ വളർത്തി നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തിക്കുക അല്ലേ? ആ ഒരു നമ്മുടെ കുഞ്ഞായിട്ട് നമ്മൾ കരുതുന്നത്, നമ്മുടെ കുഞ്ഞായിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ആ കുഞ്ഞിന്റെ അപ്പയും അമ്മയാണ് ഈ ഇരിക്കുന്നത്. ആ കുഞ്ഞിനെ നമ്മൾ മാക്സിമം എങ്ങനെ ഒരു കുഞ്ഞിനെ നമ്മൾ താലോലിച്ച് ഓമനിച്ച് കൊണ്ട് ഒരു ഇതിലേക്ക് നിലയിലേക്ക് എത്തുന്നോ അതുപോലെ കൊണ്ടുപോയി ബാക്കിയുള്ള എല്ലാം ദൈവം നോക്കിക്കോളും. ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, ഇത്ര നന്നായിട്ട് നമ്മളിപ്പോൾ കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പം ഈ നമുക്ക് ഇതേപോലെ ആഗ്രഹങ്ങളുള്ള കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനായിട്ടൊരു ഉപദേശം? ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ കോൺഫിഡൻസ് വേണം. 100% നമുക്ക് അതിലേക്കുള്ള ഒരു ഡെഡിക്കേഷൻ ഉണ്ടാവണം. നമ്മൾ ഫുഡ് എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. ഇനി ഒരു പണ്ടുള്ള ആൾക്കാർ പറയുന്ന ഒരു ചൊല്ലുണ്ട്, എൻ്റെ പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ കോഴിക്കോട് നിന്ന് എലി വരൂ എന്നുള്ള ഒരു ചൊല്ല അല്ലേ? അപ്പോൾ നമ്മൾ ഇനിയിപ്പോ ഏതൊരു റിമോട്ട് ഏരിയയിലാണ് ഈ റെസ്റ്റോറൻറ്റ് നമ്മൾ തുടങ്ങിയിരുന്നാലും നമ്മൾ നല്ല ഫുഡ്, നമ്മളല്ല ആരാണെങ്കിലും നല്ല ഫുഡ് വായിക്ക് രുചിയായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഫുഡ്, അതായത് നമ്മൾ മീൻ ചെയ്യുന്ന കസ്റ്റമേഴ്സ്, നമ്മളിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു ഫുഡ് ഇന്ന സ്ഥലത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ എത്ര മെനക്കെട്ടാണെങ്കിലും അവിടേക്ക് ആളെത്തും. ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ആ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. നമ്മൾ വീട്ടിൽ മോശമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുമല്ല, നമുക്ക് വായിക്ക് രുചിയായിട്ട് നന്നായിട്ട് കഴിക്കണമെന്ന് വിചാരിച്ചല്ലേ ഭക്ഷണം ഉണ്ടാക്കുള്ളൂ. ആ ഭക്ഷണം തന്നെ ആയിരിക്കണം നമ്മൾ കസ്റ്റമറിന് കൊടുക്കണം എന്നുള്ള ഒറ്റ കോൺസെപ്റ്റേ നമുക്കുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ആർട്ടിഫിഷ്യൽ ഒരു ഇതോ ഒരു എന്തിനാ പറയുന്നത്, ഈ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യുക എന്നുള്ള ഒരു കാര്യം ഇല്ല. ഒരു ചീത്തയായ സാധനം ഒപ്പിക്കൽ പരിപാടി അങ്ങനെ ഒരു ഇതുമില്ല. നഷ്ടം വന്ന നഷ്ടം. പക്ഷേ നാളെ നമ്മൾ ഒരു ഇത് ചെയ്തിട്ട് ഒരു കസ്റ്റമറിൽ നിന്നിട്ട് ഒരു കംപ്ലൈൻറ്റോ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സഹിക്കില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ പുറകിൽ അത്രയും എഫേർട്ട് നമ്മൾ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത്രയും രുചിയായിട്ട് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആകുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുക. അതാണ് നമ്മുടെ വിജയം. ഈ വരുന്ന ഇനി ആരായിരുന്നാലും ഒരു ഇതിലേക്ക് വരുന്നുവെങ്കിൽ അവര് പരിപൂർണമായിട്ട് അതിലേക്ക് അവരുടെ ഇത് സമർപ്പിക്കണം. എന്ന് വെച്ചാൽ എഫേർട്ടും സിൻസിയാരിറ്റിയും ഡെഡിക്കേഷനും എല്ലാം അതിലേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ. എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളവിടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു 6 മാസമായ കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ വയസ്സായ ആൾക്കാർ, ഈ 6 മാസമായ കുഞ്ഞിനൊക്കെ അമ്മമാർ ആ ബിരിയാണി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ കടയത്തെ ഏതെങ്കിലും ഒരു ഫുഡ് കൊടുക്കണ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം അവർ തന്നെ നമ്മളടുത്ത് പറയും, ചേച്ചി നിങ്ങളുടെ കടയിലെ ബിരിയാണി ഫാനാണ് ഇത്, അത് കൊടുത്താൽ ഇത് കഴിക്കും എന്നൊക്കെ പറയുമ്പോൾ, പിന്നെ ചെറിയ ചെറിയ മക്കളുണ്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെതായാലും അല്ലാത്ത കുറേ കുഞ്ഞുങ്ങളുണ്ട് വന്നിട്ട്
ഷജിലാസ് കിച്ചണിലെ ബിരിയാണി കഴിക്കാനാണ്, അതാണെങ്കിൽ അവര് പുറത്ത് വരാന്ന് പറയും. അങ്ങനെ ഒത്തിരി പാരന്റ്സ് വന്ന് നമ്മളടുത്ത് പറയാറുണ്ട്. ഇതേപോലെ കഴിക്കാത്തവര് ഇനി പോയി കഴിക്കട്ടെ, അതെ, കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്യണം. പറഞ്ഞു കൊതിപ്പിക്കണ്ട, അത് വന്ന് കഴിക്കട്ടെ. ഇപ്പൊ ഷജിലാസ് കിച്ചൺ എവിടെയെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം, നമ്മുടെ ബ്രോഡ് പ്ലാസയിലാണ്. ഇവിടെ ഹാലിഫാക്സ് വെസ്റ്റ് ബെഡ്ഫോർഡിലാണ് ഉള്ളത്. അപ്പൊ ജസ്റ്റ് ഇപ്പൊ ഷജിലാസ് കിച്ചൺ അടിച്ചു കഴിഞ്ഞാൽ ഡയറക്ഷൻ ഏറ്റവും പൊക്കത്ത് വരും. അതെ അതെ. കാരണം നമ്മൾ അഡ്വർടൈസ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ല ഇതുവരെയും. ഒരാള് കഴിച്ച് അടുത്ത ആളിന്റെ അടുത്ത് പറഞ്ഞ് അടുത്ത ആള് വരുന്നതാണ്. അപ്പം നമുക്കതൊരു സന്തോഷം. അതെ, പോട്ടെ. അതില്ല, അത് നല്ല രീതിയിൽ നമ്മൾ ഇതേപോലെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വളർച്ചയിലേക്ക് ഇത് വരട്ടെ, ഇത് വരും. അതെ അതെ, അതിനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ദൈവം നമുക്ക് തരും, അല്ലേ? പ്രാർത്ഥനയും. അതെ, ഇവരിനി നമ്മുടെ എപ്പിസോഡിൽ ഇനിയും വരും. നമ്മൾ ജസ്റ്റ് ഒരു തുടക്കമായിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് കഥകളുണ്ട്. ഇപ്പോ ഷജിലാസ് കിച്ചന്റെ റെസ്റ്റോറന്റ് ഓണേഴ്സിനെ നിങ്ങൾക്ക് അറിയാമായിരുന്നു, ഈ സൈഡ് നിങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു, കുറെ സൈഡ്. അത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഇനി ഇതേപോലത്തെ ഒരുപാട് കഥകളായിട്ട് ഞങ്ങൾ ഒരുപാട് ഗസ്റ്റുകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതെ, അപ്പൊ അതെ, ഷജീൽ ചേച്ചിക്കും സുബേറയ്ക്കും വളരെ നന്ദി ഞങ്ങളുടെ എപ്പിസോഡ് ഫസ്റ്റ് ഗസ്റ്റ് ആയിട്ട് വന്നതില്. താങ്ക് യു സോ മച്ച്. അത് നമ്മുടെ ഒരു പ്രൗഡായിട്ട് നമ്മൾ വിചാരിക്കുന്നത് എന്ന് വെച്ചാല്, പിന്നെ നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അവരുടെ പ്രാർത്ഥനയുടെ ഫലമൊക്കെ കൊണ്ടാണ് നമ്മൾ ഉയർച്ചയിലേക്ക് വരുന്നതും. ഇനിയും നിങ്ങളെ കൂടെ വന്നിരിക്കാൻ തരട്ടെ. പോഡ്കാസ്റ്റിൽ നമ്മൾ ആദ്യത്തെ ഗസ്റ്റായിട്ട് നമ്മളെ രണ്ടുപേരെയും വിളിച്ചതിലും നമ്മളുമായിട്ട് ഇത്രയും നേരം സംസാരിക്കാനുള്ളൊരു അവസരം തന്നതും നമ്മുടെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നതിലും അതീവമായ കൃതജ്ഞതയും നന്ദിയും സ്നേഹവും ആ സന്തോഷവും ഞാൻ എത്ര പറഞ്ഞാലും തീരില്ല. പക്ഷെ വളരെയധികം നന്ദിയുണ്ട്. അത് ഇനിയും നമുക്ക് വീണ്ടും കാണാം. അതെ, ഈ ഒരു അവസരം ഉണ്ടെങ്കിൽ അടുത്തൊരു അവസരത്തിൽ നമുക്ക് കാണാം. ഓക്കെ, ഒരുപാട് നമ്മൾ ഈ സ്ക്രീനിൽ ഒരുമിച്ച് കാണാം. അപ്പൊ ഒരുപാട് പുതിയ എപ്പിസോഡുകളായിട്ടും പുതിയ പുതിയ ഗസ്റ്റുകളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ സൈനിങ് ഓഫ് ഫ്രം OSP. അടിപൊളിയായിരുന്നു, എപ്പിസോഡാ. നമ്മള് നല്ല രീതിയിൽ സംസാരിച്ചു. ആ എൻഡിങ് കൊണ്ടുപോയത് കണ്ട അടിപൊളി എൻഡിങ് ആണ്.